ഫ്ലട്ട് ലാബ് എൻവയോൺമെൻറ്റ്. ഞാൻ ഫ്ലട്ട് ലാബിൻ്റെ ലിങ്ക് അവിടെ അടയ്ക്കാം. Control-C. This is the Flut Lab link. Anyways, continuing. This is a bit different from ZApp, but കുറേയൊക്കെ സെയിം ആണ്. അപ്പോൾ ഇത് ആണ് നമ്മുടെ എപ്പോഴും തുടങ്ങുമ്പോൾ ഡീഫോൾട്ട് വരുന്ന ഫ്ലട്ടറിൻ്റെ ഡെമോ. നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ Ctrl+S. ഇവിടെ നമുക്ക് എമുലേറ്റർ എടുക്കാൻ പറ്റും. ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മളിവിടെ ആൻഡ്രോയിഡ് എടുക്കുകയാണെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ APK ജനറേറ്റ് ചെയ്ത് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ തരും. മറ്റേ ഇസഡാപ്പിൽ അത് പറ്റത്തില്ല. നമ്മൾ തൽക്കാലം ആൻഡ്രോയിഡ് iOS ഒന്നും എടുക്കുന്നില്ല. നമ്മൾ വെബ് എമുലേറ്റർ എടുക്കുന്നുള്ളൂ. We will build the project. It takes a while. ആദ്യമായതുകൊണ്ട് provides to taking that long. Okay. അപ്പോൾ ഇത് നമുക്കൊരു എമുലേറ്റർ തന്നെ തരും. വെബ് എമുലേറ്റർ തന്നെ നമുക്ക് തരും. ദിസ് ഇസ് ഇതേപോലെ അല്ല നമ്മുടെ ZAppൽ. ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഫ്ലട്ടർ നൗ. ഇതാണ് സാധാരണ വരുന്ന ഡീഫോൾട്ട് ഡെമോ. ഇത് നമ്മൾ ഇന്നലെ കുറേ നോക്കി. ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ടായിരുന്നു. അതിൻ്റെ കോഡ് ബേസ് നിങ്ങൾക്ക് കാണണമെങ്കിൽ ഇറ്റ് ഇസ് അവൈലബിൾ ഹിയർ. ഇന്ന് രാവിലെ ഞാൻ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസിന് വേണ്ടി ഉണ്ടാക്കി നോക്കി. I'll put that also there. അപ്പോൾ നിങ്ങൾക്ക് കോഡ് റെഫർ ചെയ്യാനാണെങ്കിൽ ഇറ്റ് വിൽ ബി അവൈലബിൾ ഹിയർ. That should have the code for ഇന്ന് ചെയ്യാൻ പോണ പരിപാടി. നമ്മൾ തന്നെ യൂസ് ചെയ്യുന്ന ഫ്ലട്ട് ലാബ്. ഫ്ലട്ട് ലാബ് നമ്മൾ സെറ്റപ്പ് ചെയ്തു. ദിസ് ഇസ് ദ ഡീഫോൾട്ട് ഡെമോ ആപ്ലിക്കേഷൻ. നമുക്കിനി കോഡ് ചെയ്യാം. അതിനു മുന്നേ വാട്ട് ആർ വി ബിൽഡിങ് അതും കൂടി ജസ്റ്റ് ഒന്ന് വരച്ച് വയ്ക്കാം. ദിസ് ഇസ് വാട്ട് വി പ്ലാൻ ഓൺ ബിൽഡിങ് ലാസ്റ്റ് ഡേ. നമുക്കൊരു മെയിൻ ആപ്ലിക്കേഷൻ ഉണ്ട്. അതിനൊന്നുമില്ല. അതിനകത്തൊരു ഹോം പേജിനകത്ത് ആപ്പ് ബാറിനകത്ത് നമ്മൾ എഴുതും ദിസ് കൗണ്ടർ ആപ്പ്. പിന്നെ ഓരോ ടാസ്കും ഇങ്ങനെ കാണും ഒരു ബോക്സിനകത്ത്. അപ്പോൾ ഒരു ടാസ്കിൻ്റെ ബോക്സ് ഇതാണ്. ഒരു ബോക്സ് ഉണ്ട്. ബോക്സിനകത്ത് അതിൻ്റെ പേരുണ്ട്. പിന്നെ അതിൻ്റെ സ്വന്തമായിട്ടുള്ള കൗണ്ടർ ഉണ്ട്. ഈ കൗണ്ടർ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ടാസ്ക് 1 തവണയായി 2 തവണയായി 3 തവണയായി എത്ര തവണ കൗണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു ഇൻഡിവിജ്വൽ എലമെൻ്റ് ആയിട്ട് കൗണ്ട് ചെയ്യാം അല്ലേ. അപ്പോൾ ഇൻഡിവിജ്വൽ എലമെൻറ്റ്സ് എല്ലാം സെപ്പറേറ്റ് ചെയ്യാം. സോ അതവിടെ ഉണ്ട്. അപ്പോൾ ഹോം പേജിനകത്ത് ഇതൊക്കെ ഉണ്ട്. പിന്നെ ഈ പ്ലസ് ബട്ടൺ എന്നൊക്കെ എന്ത് വെച്ചും ഒരു ഡയലോഗ് ബോക്സ് വരും. ഡയലോഗ് ബോക്സിനകത്ത് എഴുതിയിട്ടുണ്ട് എൻ്റർ യുവർ ടാസ്ക്. ഇവിടെ നമ്മൾ ടാസ്ക് എൻ്റർ ചെയ്യും. ഇവിടെ യെസ് നിൽക്കും. അപ്പോഴാണ് ഈ ബോക്സ് ഇതിനകത്ത് വരുന്നത്. ആ ബോക്സ് എങ്ങനെ വരുന്നതെന്ന് നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. ഒരു ബോക്സ്, അതിനകത്ത് ഒരു ടാസ്ക്, അതിനകത്ത് കൗണ്ടർ. ഇതൊക്കെയാണ് നമ്മുടെ ഡിഫറെൻറ്റ് കമ്പോണൻറ്റ്സ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നൗ ദാറ്റ് വി നോ വാട്ട് വി ആർ ബിൽഡിങ്, നമുക്ക് ബിൽഡ് ചെയ്യാം. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് ഓൾവേസ് നമ്മുടെ മെയിൻ ഡോട്ട് ഡാർട്ടിനകത്ത് ഇതെല്ലാം അയച്ചോളാം. രാവിലെ തൊട്ട് പോകാം. ഇമ്പോർട്ട് എന്തോന്ന മെറ്റീരിയൽ ഡോട്ട് പാക്കേജ്. ഓക്കെ, അതായി. ഇനി void main. This is some boilerplate. നിങ്ങൾക്ക് അറിയാം, like we've done this lots of times. So void main run app. നമുക്കിവിടെ കൗണ്ടർ ആപ്പ് എന്ന് വിളിക്കാം. കൗണ്ടർ ആപ്പ് ഡിഫൈൻ ചെയ്യണം. അതൊരു
എന്ത് വെച്ചിട്ടാണ് സ്റ്റേറ്റ്ലെസ് ആണോ സ്റ്റേറ്റ് ഫുൾ ആണോ? ഈ ആപ്പ് സ്റ്റേറ്റ്ലെസ് ആണ്, അതിനകത്ത് ആപ്പ് സ്റ്റേറ്റ്ലെസ് ആണ്, അത് ചേഞ്ച് ചെയ്യുന്നതെല്ലാം ഈ ഹോം പേജിനകത്താണ്. സോ ദാറ്റ് ക്യാൻ ബി സ്റ്റേറ്റ്ലെസ്. STL. ബട്ട് സ്റ്റേറ്റ്ലെസ് ഇല്ല ഇവിടെ. പ്രോ വാട്ട് ഷോർട്ട് കട്ട് ഇതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നു. Come on. You know what? I'll stick with Z app. ഇത് പോരെ. അതിനകത്ത് ഷോർട്ട് കട്ട് ഇല്ല. ഷോർട്ട് കട്ട് ഇല്ലാതെ I'm not gonna work on this. നമുക്കെല്ലാം കഴിഞ്ഞിട്ട് റൺ ചെയ്യാൻ നേരം മാത്രം ഇങ്ങോട്ട് വരാം. അതായിരിക്കും ഇത്. I didn't know that, okay? I didn't know that. അതിൽ ഷോർട്ട് കട്ട്സ് ഇല്ല. Let's do it here anyways. പിന്നെ അങ്ങോട്ട് മാറാം. Anyways, import മെറ്റീരിയൽ. ഇത് സ്ലോ ആണ്, എനിക്ക് അതുകൊണ്ട് ഇത് ഇഷ്ടമില്ലാത്തത്. മറ്റേത് ഫാസ്റ്റ്, പക്ഷെ ഷോർട്ട് കട്ട്സ് ഇല്ല. Import material. Yeah, okay. Material dot void main run app counter app STL. ഇതിനകത്തുണ്ട് കൗണ്ടർ ആപ്പ്. ഇനി വാട്ട് ഡസ് ഇറ്റ് റിട്ടേൺ? ഒരു മെറ്റീരിയൽ ആപ്പ്. മെറ്റീരിയൽ ആപ്പിനകത്ത് നമുക്ക് ഇപ്പോൾ തൽക്കാലം എന്തോ കൊടുക്കാം, ഒരു ഹോം പേജ് വേണം. നമ്മൾ ആദ്യം നമ്മൾ ഡെവലപ്പ് ചെയ്യുമ്പോൾ ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആദ്യം നമ്മൾ ഫങ്ഷണൽ ആസ്പെക്ട്സ് എല്ലാം വരും, എന്നിട്ട് നമ്മൾ അതിനെ സ്റ്റൈലൈസ് ചെയ്യും. സ്റ്റൈലൈസിങ് പിന്നെ ചെയ്യും. ഫസ്റ്റ് ലെറ്റ്സ് ഡിഫൈൻ വാട്ട് വി വാണ്ട്. ഹോം പേജ് വേണം. ഇനി ഹോം പേജ് ഉണ്ടാക്കണം. സോ വിൽ മേക്ക് എ ന്യൂ ഫയൽ ഹിയർ. അല്ലേ? നോ നെവർ മൈൻഡ്. അതല്ല, ഇവിടെ ഹോം ഡോട്ട്. ഇനി ഹോം പേജ് എന്തോന്നാണ്? സ്റ്റേറ്റ് ഫുൾ ആണോ സ്റ്റേറ്റ്ലെസ് വിളിച്ചിട്ടാണോ? ഇവിടെ നോക്കാം. ഇവിടെ എന്തൊക്കെയാ മാറ്റുന്ന കമ്പണൻസ് ഉണ്ട്. ഈ ടാസ്കുകൾ ഓരോന്നോരോന്നും ആഡ് ചെയ്യുമ്പോൾ സ്ക്രീനിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇവിടെ സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. ദെയർഫോർ ഇറ്റ് ഇസ് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ്. അപ്പോൾ സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ഹോം പേജിനകത്ത് സ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. ഓക്കെ, സമ്മതിച്ച്. ഇമ്പോർട്ട് ചെയ്യാൻ പിന്നെയും മറന്നുപോയി. ഇമ്പോർട്ട് ചെയ്യേണ്ടത് മെറ്റീരിയൽ. ഇമ്പോർട്ട് മെറ്റീരിയൽ പാക്കേജ്. ഓക്കെ, ഇനി ഇതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടത്? നമുക്കാദ്യം ഹോം പേജിനകത്തുള്ള എല്ലാം ഡിഫൈൻ ചെയ്യാം. ഹോം പേജിനകത്ത് ഒരു സ്കാഫോൾഡാണ് വരുന്നത്. സ്കാഫോൾഡിനകത്ത് ആദ്യം വി ഹാവ് ആപ്പ് ബാർ. ദാറ്റ് ഇസ് ആപ്പ് ബാർ. ആപ്പ് ബാറിൽ എന്താ ഉള്ളത്? ടൈറ്റിൽ വിച്ച് സേസ് കൗണ്ടർ ആപ്പ്. ഓക്കെ, ആപ്പ് ബാർ ആയി. ഇനി അവിടെ എന്തോ ഉണ്ട്? ആപ്പ് ബാർ ആയി. ഇനി ഇവിടെ ഒരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ ഈ സ്ക്രീൻ തന്നെ ഒന്നും കൂടി അവിടെ എന്തെങ്കിലും കാണിക്കാം. ഈ സാധനം രണ്ട് സ്റ്റേറ്റ്സ് ഉണ്ട്, രണ്ട് കണ്ടീഷൻ അനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് ഈ ടാസ്കുകൾ ഒരു ലിസ്റ്റിനകത്ത് സ്റ്റോർ ചെയ്യാമെന്ന് വെച്ചോ. ടാസ്കുകൾ ലിസ്റ്റിനകത്ത് സ്റ്റോർ ചെയ്യണം. ആ ലിസ്റ്റ് എം ടി ആണെങ്കിൽ, ഈ ടാസ്കുകൾ ഓരോ വിളിച്ചിട്ടാണല്ലോ, ഇങ്ങനെ കുറെ ബോക്സ് ഉണ്ട്. ഈ പെട്ടികളെ ലിസ്റ്റ് എം ടി ആണെങ്കിൽ പറയും എന്തോന്ന്, ആഡ് എ ന്യൂ എലമെന്റ് അല്ലെങ്കിൽ ആഡ് എ ന്യൂ നോട്ട് ടു സ്റ്റാർട്ട് എന്നെല്ലാം കാണുമല്ലോ. എം ടി സ്ക്രീൻ ആയതുകൊണ്ട് അവിടെ എന്തെങ്കിലും കാണിക്കും. ഇനി എന്തെങ്കിലും ഒരൊറ്റ എലമെന്റ് എങ്കിലും ഉണ്ടെങ്കിൽ it will show the list of stuff. അപ്പോൾ ആദ്യം ബ്ലാങ്ക് ആയിരിക്കുമ്പോൾ അവർ പറയും ഒരു നോട്ടെങ്കിലും ഉണ്ടാക്ക് ടു സ്റ്റാർട്ട്. അപ്പോൾ അവിടെ ഒരു ടെക്സ്റ്റ് മാത്രമേ ഉള്ളൂ.
ബട്ട് എൽസ് ആണെങ്കിൽ അപ്പോൾ ഇഫ് ലിസ്റ്റ് എം ടി ഇത് എൽസ് ഡു ദിസ് ഏത് കുറേ ലിസ്റ്റ് ഓഫ് ഇതുണ്ടാക്കണം. അപ്പോൾ നമുക്ക് അതവിടെ റെപ്രസെൻറ്റ് ചെയ്യാം. സോ നമ്മൾ ബോഡിയാണ് എഴുതുന്നത് അല്ലേ. ബോഡിക്കകത്തുള്ള കണ്ടന്റ് എങ്ങനെ വരും അല്ലേ. ബോഡി അക്സെപ്റ്റ്സ് വിഡ്ജറ്റ്, ബോഡിക്കകത്തുള്ള കണ്ടന്റ് എങ്ങനെ വരും. ഇപ്പം ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ലിസ്റ്റ് ഓഫ് വിഡ്ജറ്റ്സ് വേണം. ഫസ്റ്റ് നമുക്ക് അത് ഉണ്ടാക്കാം. ലിസ്റ്റ് ഐ കോൾ ഇറ്റ് വിഡ്ജറ്റ് ലിസ്റ്റ്, ഒരു എം ടി ലിസ്റ്റ്. നമ്മൾ ചെക്ക് ചെയ്യുന്ന ഈ ലിസ്റ്റ് എം ടി ആണോ അല്ലേ എന്ന്. C++ൽ ടേർണറി ഓപ്പറേഷൻ കണ്ടിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. സി ടേർണറി ഓപ്പറേറ്റർ ക്വസ്റ്റ്യൻ മാർക്കും കുത്തുമൊക്കെ ഉള്ളത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. 3 വെച്ചാൽ ചെക്ക് കണ്ടീഷൻ, ക്വസ്റ്റ്യൻ മാർക്ക്, കണ്ടീഷൻ, എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടത്, എക്സ്പ്രഷൻ ഫാൾസ് ആണെങ്കിൽ റിട്ടേൺ ചെയ്യേണ്ടത്. ഇതാണ് സിൻടാക്സ് ആ സാധനത്തിൻ്റെ. നമുക്ക് ചെക്ക് ചെയ്യേണ്ട കണ്ടീഷൻ എന്തോ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് അവിടെ പോയി വിഡ്ജറ്റ് ലിസ്റ്റ് എം ടി ആണോ, ഇസ് എം ടി ആണെങ്കിൽ എന്ത് ചെയ്യും. അത് ചെയ്യേണ്ടത് ഒരു ടെക്സ്റ്റ് ബോക്സിനകത്ത് എൻ്റർ എ ന്യൂ ടാസ്ക് എന്ന് കാണിക്കും. ഇനി അതല്ല എലമെൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൽക്കാലം പ്ലേസ് ഓർഡർ ആയിട്ട് ടെക്സ്റ്റ് എലമെന്റ് എക്സിസ്റ്റ്. അപ്പോൾ ഇവിടുത്തെ സാധനം മനസ്സിലായില്ല. എം ടി ആണെങ്കിൽ ഇത് മാത്രം കാണിച്ചാൽ മതി, എൻ്റർ എ ന്യൂ ടാസ്ക്. എം ടി അല്ല എങ്കിൽ ഇത് കാണിക്കണം. സോറി, പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്തു, അത് ട്രൂ ആണ്. എം ടി ആണെങ്കിൽ ഇറ്റ് വിൽ സേ എൻ്റർ എ ന്യൂ ടാസ്ക്, കാരണം ഇപ്പോൾ ഒന്നുമില്ല. ഫാൾസ് ആണെങ്കിൽ ആ ലിസ്റ്റ് ഓഫ് വിഡ്ജറ്റ്സ് കാണിക്കും. നമുക്കതിവിടെ ഒരു കമൻ്റ് ആയിട്ട് ഇടാം. പ്രിന്റ് ലിസ്റ്റ് ഓഫ് എലമെന്റ്സ്, ലിസ്റ്റ് ഓഫ് എന്തോന്ന് വിഡ്ജറ്റ്സ് ഫ്രം വിഡ്ജറ്റ് ലിസ്റ്റ്. അതാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഓക്കെ, അത് റൺ ചെയ്ത് നോക്കാം. അല്ല, റൺ ചെയ്യുന്നതിന് മുന്നേ വാട്ട് എൽസ് ഡിഡ് വി ഹാവ് ഓൺ അവർ ഹോം സ്ക്രീൻ. അപ്പം നമ്മൾ ഇതിന് വേണ്ടി ഒരു അറേഞ്ച്മെന്റ് തൽക്കാലം സെറ്റപ്പ് ആക്കി വെച്ചു. ഈ ഇഫ് എൽസിന് വേണ്ടി നിങ്ങൾക്കൊരു ബട്ടൺ ഉണ്ടല്ലേ, ഫ്ലോട്ടിംഗ് ബട്ടൺ. അതും നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടു. ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കോമന് ശേഷം. ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ, ഇറ്റ് ഈസ് എ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ. ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടണിനകത്ത് നമ്മൾ പറഞ്ഞു ബട്ടൺ ആണെങ്കിൽ ആ ഓൺ പ്രസ്ഡ് കൊടുത്തേ പറ്റൂ, ഒന്നും ചെയ്യാൻ ഇല്ലെങ്കിൽ കൊടുത്തേ പറ്റൂ. ശരി, ബട്ടൻ്റെ കാര്യമൊക്കെ ആയി. ബട്ടൺ നടക്കുമ്പോൾ ബട്ടണിൽ എന്തോ നടക്കണം, അത് സേവ് ചെയ്യാം. അയ്യോ, സേവ് ചെയ്യുമ്പോൾ എറർ വരും. എന്തായാലും എറർ വരും, കാരണം നമ്മൾ ഹോം പേജ് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ടില്ല. ഇമ്പോർട്ട് ഹോം ഡോട്ട് ഔട്ട്, ഇനി സേവ് ചെയ്യും. ഓക്കെ, അപ്പോൾ കൗണ്ടർ ആപ്പ് ഇവിടെ എന്തുണ്ട്, ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. ഇനി നമ്മൾ അതിൻ്റെ എലമെന്റ്സ് എല്ലാം ഡിഫൈൻ ചെയ്യും. ഇത്രയും സാധനങ്ങളുണ്ട്. ഈ എൻ്റർ ടാസ്ക് ഇവിടെ കാണിക്കുന്നതിന് കാരണം എന്താണ്, ലിസ്റ്റ് എം ടി ആണ് ആദ്യം. നമ്മൾ ലിസ്റ്റിനകത്ത് എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പിന്നെ കാണിക്കാം. ഇനി നമുക്ക് ഒരു കമ്പോണൻറ്റും കൂടി നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടേ തൊട്ടിട്ടേ ഇല്ല. എന്താണ്, നമ്മൾ ഈ ബോക്സ് എങ്ങനെയാ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടേ ഇല്ല. ദിസ് ബോക്സ്, ഇതൊരു കമ്പോണൻ്റ് ആണ്. നമുക്ക് ഈ കമ്പോണൻ്റ് ഡിഫൈൻ ചെയ്യണം. ഓക്കെ, അത് നമ്മുടെ കസ്റ്റം വിഡ്ജറ്റ് ആണ്. അതെങ്ങനെ ഉണ്ടാക്കണേ നമുക്ക് നോക്കാം ഇനി. അപ്പോൾ ഈ ബട്ടൺ പോലെ നമ്മളൊരു സാധനം ഉണ്ടാക്കാൻ പോവുകയാണ്. എന്തോ കൗണ്ടർ വിഡ്ജറ്റ് ഒരെണ്ണം ഉണ്ടാക്കാം. സോ വിൽ മേക്ക് എ ന്യൂ ഫയൽ.
ലെറ്റ്സ് കോൾ ഇറ്റ് ഫയൽ അല്ലേ ആണല്ലോ അതിനെ നമുക്ക് കൗണ്ടർ എന്ന് വിളിക്കാം. കൗണ്ടർ ഡോട്ട് ഡാൾട്ട്. ഓക്കെ, ഇനി കൗണ്ടർ ഒരു സ്റ്റേറ്റ്ഫുൾ ആണോ സ്റ്റേറ്റ്ലെസ് ആണോ? കൗണ്ടറിന് സ്റ്റേറ്റ് ഉണ്ടോ? ഉണ്ട്. ഈ കൗണ്ടറിന് ഈ 0 1 2 3 ഈ ബോക്സിന് മാത്രം എക്സ്ക്ലൂസീവായ സാധനമാണ്. ടാസ്ക് 1ൻ്റെതാണ് ഇത്, ടാസ്ക് 2ൻ്റെ സ്വന്തം സ്റ്റേറ്റ്. അപ്പോൾ അതിന് സ്റ്റേറ്റ് ഉണ്ട്. ഓരോ ബോക്സിനും അതിൻ്റെതായ സ്റ്റേറ്റ് ഉണ്ട്. therefore it is stateful. so we'll make a stateful widget. നമ്മൾ അതിനെ എന്താ വിളിച്ചത്? കൗണ്ടർ വിഡ്ജറ്റ്. അതാണ് നമ്മൾ അതിനെ കൊടുക്കുന്ന പേര്. കാരണം അതൊരു വിഡ്ജറ്റാണ്, നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു വിഡ്ജറ്റാണ് കൗണ്ടർ വിഡ്ജറ്റ്. പിന്നെ ഇമ്പോർട്ട് ചെയ്യാൻ മറന്നുപോയി. വാട്ട് ഡു വി ഇമ്പോർട്ട്? വി ഇമ്പോർട്ട് മെറ്റീരിയൽ. give it a minute. സജഷൻസ് വരുന്നില്ല, ചുമ്മാ മെറ്റീരിയൽ. സെമിക്കോളൻ. ഓക്കെ, നമുക്കിനി ഇതിനെ തൽക്കാലം മാറ്റി വയ്ക്കാം. ഇത് തൽക്കാലം ആവശ്യമില്ല, നമുക്ക് ഡിഫൈൻ ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ് നമ്മൾ ഉണ്ടാക്കാം, സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റ് ഉണ്ടാക്കിയാണ്. അപ്പോൾ നമുക്ക് ഒരു ബോക്സ് അല്ലേ ഉണ്ടാക്കേണ്ടത്. ഇറ്റ്സ് എ കണ്ടെയ്നർ, റൈറ്റ്? അപ്പോൾ നമ്മുടെ ഫസ്റ്റ് അതിനകത്ത് ആദ്യമുള്ള സാധനം ഇറ്റ് ഹാസ് എ കണ്ടെയ്നർ. കണ്ടെയ്നറിനകത്ത് നമുക്ക് എന്തൊക്കെ വേണമായിരുന്നു? ടെക്സ്റ്റും ഉണ്ട്, ഒരു ബട്ടനും ഉണ്ട്. ബട്ടൺ നമുക്ക് നിൽക്കുമ്പോൾ എണ്ണം കൂട്ടാൻ പറ്റും, പക്ഷെ 2 എലമെന്റ് ഉണ്ട്. ഓക്കെ, 2 എലമെന്റ് ഉണ്ട്. ഈ 2 എലമെന്റും എങ്ങനെ ഇരിക്കുന്നത്? ഒരു റോ അറേഞ്ച്മെന്റ് അല്ലേ? 1 2 3 ലെഫ്റ്റ് റൈറ്റ് അങ്ങനെയാണ്, ഹൊറിസോണ്ടലി അടുക്കി വെച്ചില്ലേ. സോ ഇറ്റ്സ് എ റോ. ദ കണ്ടെയ്നർ കണ്ടെയ്ൻസ് എ ചൈൽഡ് റോ. റോയിനകത്തുള്ള ചിൽഡ്രൻ എന്താണ്? ചിൽഡ്രൻ ഒരു ടെക്സ്റ്റ് ആണ്. ടെക്സ്റ്റ് തൽക്കാലം നമുക്ക് ഇങ്ങനെ ഇടാം, പക്ഷെ ടെക്സ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റാറ്റിക് സാധനമല്ല, നമ്മൾ അതിനെ യൂസറിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റണം അല്ലേ? എന്നുവെച്ചാൽ ഒറ്റ ടെക്സ്റ്റ് അല്ലല്ലോ. നമ്മൾ ആദ്യം ഡ്രിങ്ക് വാട്ടർ എന്നായിരിക്കും, രണ്ടാമത്തെ ടാസ്ക് ടേക്ക് എ പിൽ, മൂന്നാമത് റീഡ് എ ബുക്ക്, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. സോ അത് ഡൈനാമിക്കലി നമുക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ ബട്ടൺ കൊടുക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ അവിടെ നമ്മൾ ടെക്സ്റ്റ് കൊടുക്കുമ്പോൾ ടെക്സ്റ്റിനകത്ത് നമുക്ക് ടെക്സ്റ്റ് സപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. അല്ലെങ്കിൽ ബട്ടൺ കൊടുക്കുമ്പോൾ ബട്ടൺ നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാൻ പറ്റുമല്ലോ. അതുപോലെ നമുക്ക് കൗണ്ടറിനെയും നമുക്ക് ആർഗ്യുമെന്റ്സ് പാസ് ചെയ്യാൻ പറ്റണം. വി വിൽ ഡു ദാറ്റ് അറ്റ് ദ ലേറ്റർ സ്റ്റെപ്സ്. അത് നമുക്ക് UI എലമെന്റ്സ് ഒന്ന് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ടെക്സ്റ്റിനകത്ത് നമുക്ക് ഷുഡ് ബി യൂസർ ഇൻപുട്ട്, അത് ടെക്സ്റ്റ്. ഇനി രണ്ടാമത് എന്തോന്നാണ്? ഒരു ബട്ടൺ ആണല്ലേ, രണ്ടാമതൊരു ബട്ടണാണ്. ബട്ടണാണ് ഈ ബട്ടൺ. സോ വി വിൽ ഡു എലിവേറ്റഡ് ബട്ടൺ. എലിവേറ്റഡ് ബട്ടൺ ബട്ടൺ എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ബട്ടൺ ആണെങ്കിൽ ഓൺ പ്രസ്ഡ് വേണം, അല്ലെങ്കിൽ അത് എറർ വരും. ഇപ്പൊ എന്താ പ്രശ്നം? റിക്വയർഡ് ഓൺ പ്രസ്ഡ്. ട്രൈഡിങ് റിക്വയർഡ്. ഓക്കെ. എലിവേറ്റഡ് ബട്ടൺ ആണെങ്കിൽ ചൈൽഡും കൊടുത്തേ പറ്റൂ. ചൈൽഡ്, നമുക്ക് ചൈൽഡ് ഇതിനകത്ത് എന്താ വേണ്ടത്? ചൈൽഡ് ഒരു ടെക്സ്റ്റ് ആണല്ലേ, നമ്മൾ ആ കൗണ്ട് കാണിക്കാൻ പോവുകയാണ്. ഇവിടെ നമുക്ക് വരേണ്ടത് കൗണ്ടാണ്. ഇനി ഈ കൗണ്ടും ഇങ്ങനെ ഒരു സ്റ്റാറ്റിക് സാധനമല്ല, അത് എന്തോന്നാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്? ആ കൗണ്ട് കാണിക്കേണ്ടത് എന്തോന്നാണ്? എത്രയാണ് ബട്ടൺ നെക്കി. ആ ബട്ടൺ നെക്കിയ വേരിയബിൾ നമ്മൾ യൂസർ കൊടുക്കുന്നില്ല, നമുക്ക് ഇന്റേണലി ട്രാക്ക് ചെയ്യേണ്ട ഒരു സ്റ്റേറ്റ് ആണ്. നമുക്ക് ആ സ്റ്റേറ്റ് ഇനി ട്രാക്ക് ചെയ്യണം. അത് നമുക്ക് തൽക്കാലം കമന്റ് ഇട്ട് വയ്ക്കാം. ഷുഡ് ബി സ്റ്റേറ്റ് ദാറ്റ് ഈസ് ട്രാക്ട്. ഓക്കെ, നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ സ്റ്റേറ്റ് ഉണ്ടാക്കാം. ഏതാ? കൗണ്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഒരു ഇൻറ്റ് ഉണ്ടാക്കാം, കൗണ്ട്. ഇനിഷ്യലി എപ്പോഴും 0 സ്റ്റാർട്ട് ചെയ്യും. ദർ ഇസ് നത്തിങ് ടു തിങ്ക് അബൌട്ട് അവിടെ. ഇനി അപ്പോൾ നമുക്ക് ഈ കൗണ്ടിനെ മാറ്റി എന്തോന്നാക്കാം? ഡോളർ കൗണ്ട് ആക്കാം. സ്ട്രിംഗ് ഇന്റർപോളേഷൻ നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു. സോ ബട്ടണിനകത്ത് കൗണ്ട് കാണിക്കും. ഇനി ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? അത് നമുക്ക് ഇവിടെ വെച്ച് തന്നെ ഡിഫൈൻ ചെയ്യും.
ഓൺ പ്രസ്ഡ് എന്ത് ചെയ്യണം? കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്യണം. ഓക്കെ, കൗണ്ട് ഇൻക്രിമെന്റ് ചെയ്തിട്ട് ആ സാധനം റിഫ്രഷ് ചെയ്യണം. ലൈക്ക് ഒന്ന് നിൽക്കി കഴിഞ്ഞാൽ കൗണ്ട് ഒന്ന് കൂടിയല്ലോ, എന്നിട്ട് ആ ബോക്സ് മാത്രം ഒന്ന് റിഫ്രഷ് ചെയ്യണം. ഫുൾ എലമെന്റ് ലൈക്ക് ഫുൾ പേജ് റിഫ്രഷ് ചെയ്യണ്ട, ജസ്റ്റ് ദാറ്റ് സാധനം. അപ്പോൾ ഇതിന്റെ സ്റ്റേറ്റ് മാത്രം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിന് സെറ്റ് സ്റ്റേറ്റും വിളിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ കൗണ്ട് വേരിയബിൾ വെച്ചു. കൗണ്ട് വേരിയബിൾ ഇൻക്രിമെന്റ് ചെയ്യുന്ന സാധനമായി, അതിന്റെ സെറ്റ് സ്റ്റേറ്റ് ആയി. ഇനി നമ്മൾ അപ്പോൾ ദിസ് തിങ് ഇസ് ഡൺ. സ്റ്റേറ്റ് ഷുഡ് ബി ട്രാക്ക്ഡ്. നമ്മൾ ആ സ്റ്റേറ്റ് ഒക്കെ ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ എല്ലാ പരിപാടിയായി. ഇനി ഇത് യൂസർ ഇൻപുട്ട് ആയിരിക്കണം എന്ന് പറഞ്ഞല്ലേ ഈ ടാസ്ക്. അതിനെന്ത് ചെയ്യും? അതിന് നമ്മൾ ഒരു ആർഗ്യുമെന്റ് ഇവിടെ എടുക്കണം. വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ വിഡ്ജറ്റിനകത്ത് തന്നെ നമുക്ക് ദിസ് പാസ് ചെയ്യാൻ പറ്റണം, നമ്മുടെ ടെക്സ്റ്റ് ഈ ബട്ടണിനകത്ത് കൊടുക്കുന്ന പോലെ തന്നെ. സോ ഹൗ ഡു വി ഡു ദാറ്റ്? അതിന്റെ സിന്റാക്സ്, വൺ സെക്കൻഡ്, ലെറ്റ് മീ പിക്ക് ദാറ്റ് സിന്റാക്സ് അപ്പ്. ഇതുവരെ ഞങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഫോളോ അപ്പ് ചെയ്യാൻ? റൈറ്റ്, ലെറ്റ്സ് ടേക്ക് 2 minutes to get some feedback. Any doubts so far? Follow up ചെയ്യാൻ. Don't code right now, like you won't be able to catch up. Session is being recorded. അല്ലേ ആവശ്യട്ടോ? സെഷൻ റെക്കോർഡ് ചെയ്യല്ലേ? ആണല്ലേ? Okay, so session is being recorded. We'll take 1 minute to just make sure that everyone is following. Like എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, വീഡിയോ കണ്ടിട്ട് മനസ്സിലാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ just let me know right now. Okay, so far so good. Okay, അങ്ങനെയാണെങ്കിൽ ഞാൻ റെഫറൻസ് മെറ്റീരിയൽ എടുത്ത് വെക്കട്ടെ. So this thing, ഇതിനകത്ത് പാസ് ചെയ്യേണ്ട വാല്യൂ അത് ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് ആണെന്നാണ് എൻ്റെ വിശ്വാസം. സോ കീ കൊടുക്കണം. ലൈക്ക് എല്ലാ വിഡ്ജറ്റിനകത്തും you need to pass a key which we will call key right now. ഇനി നമുക്ക് രണ്ടാമത് പാസ് ചെയ്യേണ്ട സാധനം എന്തോന്നാണ്? ലൈക്ക് വാട്ട് ഡു വി വാണ്ട് ടു പാസ്? നമുക്കതിനെ നെയിം എന്ന് വിളിക്കുന്ന തൽക്കാലം. ആൻഡ് അത് റിക്വയർഡ് വേരിയബിൾ ആണ് അല്ലേ? the required string name. ഇനി നമ്മൾ നെയിമിനെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമുക്ക് ഇനി വിളിക്കേണ്ട ആവശ്യമില്ല. ലൈക്ക് നെയിം ഇനി ഒരു സ്റ്റേറ്റ് ഉണ്ടാക്കി അതിനകത്ത് ഈ നെയിം അങ്ങനെ ഒന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ദ ഓൺലി തിങ് യു നീഡ് ടു ഡു ഇസ്, അവിടെ പോയി ഇതിനകത്ത് ഐ തിങ്ക് you can just do widget dot name dot name. What? Let me just check my reference. രാവിലെ ചെയ്ത്. So like the syntax is kind of weird there. Okay, so the syntax goes like, ആദ്യം നമ്മൾ
ഞാൻ വിട്ടുപോയെന്ന് പറഞ്ഞാൽ വി ഹാവൻ ഡിഫൈൻ ദ ആട്രിബ്യൂട്ട് യെറ്റ്. ഇവിടെ ഡിഫൈൻ ചെയ്യണ്ട, പക്ഷെ ഇവിടെ ഡിഫൈൻ ചെയ്യണമായിരുന്നു. മൈ ബാഡ്. സോ വിൽ കോൾ ഇറ്റ് എ സ്ട്രിങ് നെയിം എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ടാസ്ക് എന്ന് കൊടുക്കാം. കാരണം നമ്മളുടെ ഷുഡ് ബി യൂസ് ഇൻപുട്ട്, നമ്മൾ ടാസ്ക് അല്ലേ ട്രാക്ക് ചെയ്യുന്നത്. സോ ലെറ്റ്സ് കോൾ ഇറ്റ് ടാസ്ക്. പിന്നെ ഇസ് ദർ എനിത്തിങ് എൽസ്? നോ. ഇനി അതെ, കൺസ്ട്രക്ടർ മര്യാദയ്ക്ക് ഡിഫൈൻ ചെയ്യാത്തതിൻ്റെ ഇഷ്യൂ ആയത്. സോ വാട്ട് ഡു വി നീഡ് ഹിയർ? ആദ്യം നമുക്ക് ഒരു ഓപ്ഷണൽ പാരാമീറ്റേഴ്സ് ഡിഫൈൻ ചെയ്യണം. സോ ഫസ്റ്റ് ഇസ് അവർ കീ. ആ കീ എന്തോന്ന്, ഇഫ് യു ഡോണ്ട് ലൈക്ക് ദർ ഇസ് നത്തിങ് ടു ബോദർ അബൌട്ട് ഇറ്റ്, കൊടുത്തേ പറ്റൂ. കീ എന്നൊരു സാധനം അതിനകത്ത് കൊടുത്തേ പറ്റൂ. അത് ഈ കീ വെച്ചാണ് ഫ്ലട്ടർ ട്രാക്ക് ചെയ്യുന്നത്, ഏത് സ്ക്രീനിലാണ് നിൽക്കുന്നത്, എവിടെയാണ് നിൽക്കുന്നത്, അങ്ങനത്തെ കുറേ പരിപാടികൾ. വി ഡോണ്ട് നീഡ് ടു ബോദർ അബൌട്ട് ദാറ്റ്. ജസ്റ്റ് ദാറ്റ് യു നീഡ് ടു സ്പെസിഫൈ ദിസ് അറ്റ് ഓൾ ടൈംസ്. ദെൻ നമ്മുടെ പാരാമീറ്റർ കൊടുക്കാനുള്ള റിക്വയർഡ് വിളിക്കുന്ന കാരണം നമുക്ക് അത് കൊടുത്തേ പറ്റൂ. ടാസ്ക് string task cannot be empty. So required this dot task. എന്നിട്ട് this is all ആണോ? അല്ല. Now നമ്മൾ ഇതിന്റെ ഇത് വിളിച്ചാലും this is a extends stateful widget, right? അപ്പോൾ ഈ stateful widgetനും നമ്മൾ ഈ കീ പാസ് ചെയ്യണം. നമ്മളൊരു ആർഗ്യുമെന്റ് കൊടുക്കുന്നതാണ് ഈ ബുദ്ധിമുട്ടൊക്കെ. ഡീഫോൾട്ട് ആയിട്ട് ഒരു ആർഗ്യുമെന്റും പാസ് ചെയ്തില്ലെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. ബട്ട് സിൻസ് വി ആർ പാസിങ് ഈ ടാസ്ക് ഈ കൺസ്ട്രക്ടറിനകത്തോട്ട്, വി നീഡ് ടു മോഡിഫൈ ദ കൺസ്ട്രക്ടർ സച്ച് ദാറ്റ് ദിസ് ഓൾസോ കോൾസ് സ്റ്റേറ്റ്ഫുൾ വിഡ്ജറ്റിന്റെ കൺസ്ട്രക്ടർ. ഇഫ് ദിസ് ഡസന്റ് മേക്ക് യു അണ്ടർസ്റ്റാൻഡ് ഓൾ ദിസ് സ്റ്റഫ്, വിട്ടുകള, നിങ്ങൾ അറിയേണ്ട ആവശ്യമൊന്നുമില്ല. യു ജസ്റ്റ് നീഡ് ടു കോപ്പി ദിസ് ലൈൻ, അണ്ടർസ്റ്റാൻഡ് ഈ ലൈനകത്ത് എവിടെയൊക്കെ യു കനോട്ട് ചേഞ്ച് സ്റ്റഫ്. So we will be calling super. അതിൻ്റെ കീ will be നമ്മുടെ ഇപ്പോഴത്തെ കീ. സോറി, ഇപ്പോഴത്തെ കീ. Can't define a constant with a final. Okay, ഇത് ഫൈനൽ അല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. We make it final, the issue disappears. Construct y. So what do we do with this? Just these two lines. നമുക്ക് ടാസ്ക് എന്നൊരു സാധനം യൂസറിൻ്റെ എടുത്തേ പറ്റൂ. ഇപ്പം നമ്മളൊരു ഫീൽഡ് ഡിഫൈൻ ചെയ്തു, ടാസ്ക് വേണമെന്ന്. ആ ടാസ്ക് സ്ട്രിങ് ആണ്. നമുക്ക് എന്നിട്ട് നമ്മുടെ കൺസ്ട്രക്ടറിനെ നമ്മൾ ലൈക്ക് ചെറുതായിട്ടൊന്ന് മോഡിഫൈ ചെയ്തു. വാട്ട് ഇസ് ഇറ്റ്? ഫസ്റ്റ് കീ എന്നൊരു സാധനം വേണം. ദാറ്റ് ഈസ് ലൈക്ക് നോൺ നെഗോഷ്യബിൾ, അത് കൊടുത്തേ പറ്റൂ. ഇനി ദിസ് പാർട്ട് കീ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ബ്രാക്കറ്റ്സിനകത്ത്, കേർലി ബ്രാക്കറ്റ്സിനകത്ത് നെയിംഡ് പാരാമീറ്റർ ആയിട്ട് കൊടുക്കാം എന്തൊക്കെ വേണം. സോ വി വാണ്ട് ടാസ്ക് റിക്വയർഡ് സെറ്റ് ചെയ്തു, സോ ദാറ്റ് നമ്മളത് കൊടുത്തേ പറ്റൂ. വി റിവ്യൂഡ് റിക്വയർഡിൻ്റെ യൂസ് എല്ലാം on our first session, dart basics, and then we are calling the super classes constructor. അറിഞ്ഞുടങ്ങി വിട്ടുകള, you just need to know this line is required so that you can take user input. ഇനി you can just call the widget.task here. widget.task എന്ത് ചെയ്യും? ഈ ക്ലാസിന്റെ ഈ ക്ലാസ് is correlated to this class. അപ്പോൾ ആ ഇതിന്റെ ടാസ്ക് ഇതിലോട്ട് പാസ് ചെയ്യാൻ വേണ്ടിയാണ് വിജറ്റ് ഡോട്ട് ടാസ്ക് എന്ന സാധനം ഉപയോഗിക്കുന്നത്. ആൻഡ് സിൻസ് ഇറ്റ്സ് എ സ്ട്രിങ്, ആ ടെക്സ്റ്റിനകത്ത് നേരെ അത് പാസ് ചെയ്യാം. അപ്പോൾ ഇതുവരെ ആയപ്പോൾ നമുക്ക് എന്തൊക്കെയായി? ഈ പെട്ടിക്കകത്തുള്ള രണ്ട് സാധനങ്ങൾ ഡിഫൈൻ ചെയ്തു. ബട്ട് ദ തിങ് ഇസ് വി ഹാവൻ ഡിഫൈൻ ദ പെട്ടി സ്റ്റിൽ. പെട്ടിക്കകത്ത് കുറച്ച് ആട്രിബ്യൂട്ട് ലൈക്ക് ഒരു ബോക്സ് പോലെ ആക്കുന്നത് നമ്മൾ ഇതുവരെയും ചെയ്തില്ല. സോ ലെറ്റ്സ് ഡു ദാറ്റ് നൗ. ഇതൊരു കണ്ടെയ്നർ ആണല്ലേ. കണ്ടെയ്നറിന് നമുക്ക് ഒരു പരിപാടിയുണ്ട്, ഡെക്കറേഷൻ. കണ്ടെയ്നർ എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റും. സോ വി വിൽ ഹാവ് ഐ തിങ്ക് ഇറ്റ്സ് എ ബോക്സ് ഡെക്കറേഷൻ. നമുക്ക് ഇനി ഇവിടെ പല പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഫസ്റ്റ് ഇതിന് എന്ത് കൊടുക്കാം? ഒരു ബോർഡർ കൊടുക്കാം. ബോർഡർ, ആൻഡ് ദാറ്റ് ബോർഡർ ക്യാൻ ബി വാട്ട്? സോറി, border dot in all directions ഒരു 8 pixels, 8 pixels, 2 pixels. I think it's called width.
സോ നമ്മൾ ഇവിടെ ഇപ്പോൾ എന്താ ചേഞ്ച് വരുത്തി, നമ്മൾ കണ്ടെയ്നറിനകത്ത് ചൈൽഡിനെ ഒന്നും തൊട്ടിട്ടില്ല, പക്ഷെ കണ്ടെയ്നറിന് തന്നെ കുറച്ച് പ്രോപ്പർട്ടീസ് പറയാണ്. ഈ ദിസ് പെട്ടി എങ്ങനെ ഇരിക്കണം. സോ പെട്ടി ഹാസ് എ ബോർഡർ, പെട്ടി എന്ന് കാണിക്കുന്ന രീതിയിൽ, വിച്ച് ഹാസ് 2 pixel thickness and it is across all direction. എല്ലാ ഡയറക്ഷൻസിന് അക്രോസും 2 pixel വിഡ്ത്ത് ഉള്ള ഒരു ബോർഡർ സെറ്റ് ചെയ്തു. തൽക്കാലത്തേക്ക് ഇത്ര മതി. വി വിൽ ഡു ദ സ്റ്റൈലൈസേഷൻ ലേറ്റർ. ഇപ്പൊ നമുക്ക് നമ്മുടെ വിഡ്ജറ്റ് ആയി അല്ലേ, നമ്മുടെ ഈ പെട്ടിയുടെ ഒരു യൂണിവേഴ്സൽ സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്തു. ദിസ് ഇസ് ഹൗ അവർ കൗണ്ടർ വിഡ്ജറ്റ് ഈസ് ലുക്കിംഗ് ലൈക്ക്. സേവ് ചെയ്യാം. ഷുഡ് നോട്ട് ത്രോ ആൻ എറർ. പ്രോബ്ലംസ് ഉണ്ടോ? അത് ടെസ്റ്റിന്റെ, വി കൻ ജസ്റ്റ് ഡിലീറ്റ് ദ ടെസ്റ്റ് ഓൾ ടുഗദർ ബിക്കോസ് ഹു ടെസ്റ്റ്സ്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ഫേസസ്, നമുക്ക് ഈ കൗണ്ടറിനെ നമുക്ക് ഇത് ഇങ്ങോട്ട് കൊണ്ടുവരണം അല്ലേ. വി നീഡ് ടു ബ്രിങ് ദ കൗണ്ടർ ഹിയർ somehow. സോ അതിന് വി കൻ ജസ്റ്റ് ഇമ്പോർട്ട് കൗണ്ടർ ഡോട്ട് ഡാറ്റ്. അപ്പോൾ ആ ഫയലിനകത്തുള്ള എല്ലാ കമ്പൗണ്ട്സ് ഇങ്ങോട്ട് വലിക്കും. ഇനി വി നീഡ് ടു ഡിഫൈൻ ആ കൗണ്ടർ ഇവിടെ എങ്ങനെ വരുന്നതെന്ന് നമുക്കൊന്നും കൂടി ആലോചിക്കാം. അപ്പോൾ നമ്മൾ കൗണ്ടർ വിജുവൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇനി കൗണ്ടറിനെ എങ്ങനെ ഇതിനകത്ത് കൊണ്ടുവരണം, ഹൗ ഡു വി ഹാൻഡിൽ ദ കൗണ്ടർ, അതിനകത്ത് ഇങ്ങനെ ഇൻപുട്ട് കൊടുക്കും, അതെല്ലാം നമ്മൾ നോക്കണം. സോ നമുക്ക് ലെറ്റ്സ് ലുക്ക് അറ്റ് അവർ ഡയഗ്രാം അഗൈൻ. ഇവിടുത്തെ ഫ്ലോ നോക്കാം. സോ ഇനിഷ്യലി ഇതിനകത്തൊന്നും കാണത്തില്ല. ഈ പ്ലസ് ബട്ടൺ നിൽക്കുമ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും. ഡയലോഗ് ബോക്സ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടില്ല, നമ്മളതിപ്പോൾ ചെയ്യും. സോ ഈ ഡയലോഗ് ബോക്സ് വന്നിട്ട് ഡയലോഗ് ബോക്സിൽ നമ്മൾ ഇൻപുട്ട് കൊടുക്കും. ആ ഇൻപുട്ട് എടുത്തിട്ട് ആ ഇൻപുട്ട് വെച്ച് വേണം ഈ സാധനത്തിന് കൺസ്ട്രക്ട് ചെയ്യാൻ. നമ്മൾ അതിൻ്റെ കൺസ്ട്രക്ടർ ഉണ്ടാക്കിയിട്ടുണ്ട്. കൺസ്ട്രക്ടറിനകത്ത് പേര് മാത്രം കൊടുത്താൽ മതി. സോ ഇതിനകത്ത് നിന്ന് കിട്ടുന്ന നെയിം വച്ച് ഡയറക്റ്റ്ലി ഒരു എന്താ ഉണ്ടാക്കും, ഒരു വിഡ്ജറ്റ് ഉണ്ടാക്കും, ഒരു കൗണ്ടർ വിഡ്ജറ്റ്, നമ്മൾ ഡിഫൈൻ ചെയ്ത കൗണ്ടർ വിഡ്ജറ്റ്. അതിനെ നമ്മുടെ വിഡ്ജറ്റ് ലിസ്റ്റിനകത്ത് സ്റ്റോർ ചെയ്യും. എന്നിട്ട് ആ വിഡ്ജറ്റ് ലിസ്റ്റ് ആണ് ഇത് ചെക്ക് ചെയ്യുന്നത് എം ടി ആണോ അല്ലേ എന്ന്. എം ടി ആണെങ്കിൽ മേക്ക് എ ന്യൂ നോട്ട് എന്ന് പറയും. അല്ലെങ്കിൽ ഇറ്റ് ഡിസ്പ്ലേസ് ഓൾ ദ ഇങ്ങനത്തെ വിഡ്ജറ്റ്സ്, ടാസ്ക് 1, ടാസ്ക് 2, ടാസ്ക് 3 ടാസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഡയലോഗ് ബോക്സ് ഉണ്ടാക്കണം. അത് നമ്മൾ ചെയ്തില്ല. ഡയലോഗ് ബോക്സ് എപ്പോഴാണ് വരേണ്ടത്? ബട്ടൺ പ്രസ് ചെയ്യാം. ഈ ആക്ഷൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഡയലോഗ് ബോക്സ് വരേണ്ടത്. So let's do that. ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഡയലോഗ് ബോക്സ് വരണമെങ്കിൽ വിൽ ഡിഫൈൻ സം ഫംഗ്ഷൻ കോൾഡ് ഗെറ്റ് ഡയലോഗ് ബോക്സ്. അത് റൺ ചെയ്യണം, നമ്മൾ ആദ്യം പറയാൻ. സോ ഗെറ്റ് ഡയലോഗ് ബോക്സ് നമ്മൾ ഡിഫൈൻ ചെയ്തില്ല, അത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഹിയർ. അത് ഞാൻ ഈ എവിടെയാണ് പൊസിഷൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വിഡ്ജറ്റ് തീരുന്നെടുത്ത ഈ വിഡ്ജറ്റിന്റെ ഫംഗ്ഷൻ തീരുന്നു, ഈ വിഡ്ജറ്റിന്റെ ബിൽഡ് ഫംഗ്ഷൻ തീർന്നിട്ടാണ് ഞാൻ ഈ ഗെറ്റ് ഡയലോഗ് ബോക്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഗെറ്റ് ഡയലോഗ് ബോക്സ്. Get dialog box. What does it do? It is a function which returns. നിങ്ങൾ ഈ സിൻടാക്സ് കണ്ടിട്ടില്ലെങ്കിൽ ബേസിക്കലി ഫംഗ്ഷൻ നെയിം ആരോ ഓപ്പറേറ്റർ നേരെ റിട്ടേൺ ടൈപ്പ് കൊടുക്കാൻ പറ്റും. ഇറ്റ് ഈസ് എ ഫീച്ചർ അവൈലബിൾ ഇൻ മോഡേൺ ലാംഗ്വേജസ്. അതറിയോടെങ്കിലും ഡോണ്ട് വറി, ജസ്റ്റ് ദിസ് ഇസ് ദ ജനറൽ സിൻടാക്സ്. സോ ഗെറ്റ് ഡയലോഗ് ബോക്സ് ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യും, ഷോ ഡയലോഗ്. അത് ഇൻബിൽട്ട് ആണ്. ബട്ട് ദ ഷോ ഡയലോഗ് റിട്ടേൺസ് എ ഫ്യൂച്ചർ ടൈപ്പ്. ലെഫ്റ്റിൽ റിട്ടേൺ ടൈപ്പിലാണ് കൊടുക്കുന്നത്. സോ ഗെറ്റ് ഡയലോഗ് ബോക്സ് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഫ്യൂച്ചർ ടൈപ്പ് ആയിരിക്കും. ഗെറ്റ് ഡയലോഗ് ബോക്സ് റിട്ടേൺസ് ഷോ ഡയലോഗ് ബോക്സ് റിട്ടേൺ ചെയ്യുന്ന സാധനം. ഷോ ഡയലോഗ് ബോക്സ് റിട്ടേൺ ചെയ്യുന്നത് ഒരു ഫീച്ചറാണ്. സോ ഗെറ്റ് ഡയലോഗ് ബോക്സ് ഓൾസോ റിട്ടേൺസ് എ ഫ്യൂച്ചർ. Get dialog box. Get dialog box is a function, argument എടുക്കാത്ത ഒരു ഫംഗ്ഷൻ. ഷോ ഡയലോഗ് ബോക്സ്. ഷോ ഡയലോഗ് ബോക്സിനകത്ത് ഇറ്റ് ഓൾസോ ഷോസ് വൺ തിങ്, നമ്മൾ ഇതിനകത്ത് ടൈപ്പ് ഡിഫൈൻ ചെയ്യണം.
അത് റിട്ടേൺ ചെയ്യേണ്ടത് ഒരു സ്ട്രിങ് ആണെന്ന് നമുക്കറിയാം. നമ്മൾ പറഞ്ഞല്ലോ, ദിസ് ഫ്ലോയിനകത്ത് നമ്മൾ ബട്ടൺ ഞെക്കുമ്പോൾ നമുക്ക് റിട്ടേൺ ചെയ്ത് വരേണ്ടത് ഒരു സ്ട്രിങ് ആണ്. സോ വിൽ കോൾ ഇറ്റ് സ്ട്രിങ് ഹിയർ. അപ്പോൾ ഈ സാധനം റിട്ടേൺ ചെയ്യേണ്ടതും സ്ട്രിങ്. ഇനി സോറി, do we need to put this? I think we need to put this. ഓക്കെ, ഇനി ഇതിനകത്ത് എന്താ പറഞ്ഞ ഡിഫൈൻ ചെയ്യാനുള്ളത്? കോണ്ടെക്സ്റ്റ് ബിൽഡർ, ഇത് രണ്ടും കൊടുത്തേ പറ്റൂ ഷോ ഡയലോഗിന്. സോ വാട്ട് ഇസ് ദ കോണ്ടെക്സ്റ്റ്? കോണ്ടെക്സ്റ്റ് ആണ് ലിറ്ററലി നമ്മൾ ഏത് സ്ക്രീനിലാണ് നിൽക്കുന്നത് എന്നൊക്കെ പറയുന്നത്. ജസ്റ്റ് പാസ് കോണ്ടെക്സ്റ്റ് ഇറ്റ് സെൽഫ്. അതിനെക്കുറിച്ച് കൂടുതൽ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. നൗ ബിൽഡറിലാണ് ഈ അലേർട്ട് ബോക്സ് ആക്ച്വലി വരുന്നത്. സോ വിൽ കോൾ ബിൽഡർ. അങ്ങനെയല്ലേ സ്പെല്ലിംഗ്? Was that the spelling? Wait. Oh, okay, sorry. കോമയാണ്, അതുകൊണ്ട് തെറ്റിയ. ബിൽഡർ takes in ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ എ ഫംഗ്ഷൻ വിച്ച് റിട്ടേൺസ് ഒരു അലേർട്ട് ഡയലോഗ് ബോക്സ്. ദിസ് ഇസ് സംതിങ് നമ്മൾ ഇത്രയും നേരം ഇനി അലേർട്ട് ഡയലോഗ് ബോക്സ് തൊട്ട് ഇറ്റ് മേക്സ് കോമൺ സെൻസ്. പക്ഷെ ഇതുവരെ ഇറ്റ് ഡസൻറ്റ് മേക്ക് കോമൺ സെൻസ്. നമ്മൾ ഗെറ്റ് ഡയലോഗ് ബോക്സ് എന്നൊരു ഫംഗ്ഷൻ എഴുതി, അത് സ്ട്രിങ് ആണ് നമുക്ക് റിട്ടേൺ ചെയ്യേണ്ടത്. ആൻഡ് അത് എന്തോ ഞാൻ കോൾ ചെയ്യുന്നത് ഒരു ഷോ ഡയലോഗ് എന്നൊരു ഫംഗ്ഷനെ. ഷോ ഡയലോഗ് ഫംഗ്ഷൻ ടേക്സ് എ കോണ്ടെക്സ്റ്റ്, ടേക്സ് എ ബിൽഡർ. ഈ ബിൽഡർ ആണ് നമ്മുടെ ഇൻ ദ എൻഡ് അലേർട്ട് ഡയലോഗ് ബോക്സിനെ ആക്ച്വലി കോൾ ചെയ്യുന്നത്. ഈ അലേർട്ട് ഡയലോഗ് ബോക്സ് ആണ് നമുക്ക് ഡിഫൈൻ ചെയ്യാവുന്നത്. അപ്പോൾ നമ്മൾ പെട്ടിക്കകത്ത് എന്ത് വേണം? ആദ്യം ടൈറ്റിൽ വേണം. സോ വിൽ സേ ടൈറ്റിൽ എന്തോ ഒരു ടെക്സ്റ്റ് ആണ്. എൻറ്റർ ടാസ്ക്, that's our title. Now content എന്ത് വേണം നമുക്ക്? കണ്ടന്റ് ഒരു ടെക്സ്റ്റ് ഫീൽഡ് ആണല്ലേ, ഇത് ഒരു ടെക്സ്റ്റ് ഫീൽഡ് ആണ്. നമുക്ക് ടെക്സ്റ്റ് ഫീൽഡ് കൊടുക്കാം. ടെക്സ്റ്റ് ഫീൽഡ്. നൗ ടെക്സ്റ്റ് ഫീൽഡ് കുറച്ച് പരിപാടികളുണ്ട്. റൈറ്റ് നൗ നമുക്കൊന്നും കൊടുക്കണ്ട, വി വിൽ ജസ്റ്റ് ലീവ് ഇറ്റ് എംപ്റ്റി. ഇനി ടെക്സ്റ്റ് ഫീൽഡ് കഴിഞ്ഞിട്ട് ആക്ഷൻസ്. ഇതിനകത്ത് ആക്ഷൻ ബട്ടൺ ആയിട്ട് ഒരെണ്ണേ ഉള്ളൂ, ഒരു ബട്ടൺ ഉണ്ട്, ആഡ്. സോ വി വിൽ കോൾ ദാറ്റ് സ്റ്റേറ്റ്ഫുൾ ആൻഡ് സ്റ്റേറ്റ്ലെസ്. അതിൻ്റെ ഡൗട്ട് അത് ഇന്നും കൂടി പറയണമെന്നാണോ കാർത്തിക് കുമാർ? സീ ദാറ്റ് ഏർലിയർ. സ്റ്റേറ്റ്ഫുൾ സ്റ്റേറ്റ്ലെസ് വിഡ്ജറ്റ്സിൻ്റെ ഡിഫറൻസ് പറഞ്ഞു തരണോ ഒന്നും കൂടി, അതോ വാട്ട് ഡു യു വാണ്ട്? സ്റ്റേറ്റ്ഫുൾ സ്റ്റേറ്റ്ലെസ്സിൻ്റെ ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ sorry, I'll be pausing everything. Like I'll go back to everything else in a second, but doubt solve ചെയ്തിട്ട് പോവാം. ഇപ്പോൾ ഒരു ബോക്സ് ഉണ്ട്, നമുക്ക് അതിനകത്തൊരു ബട്ടൺ ഒക്കെ ആണെങ്കിൽ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ ഒക്കെ ആണെങ്കിൽ ഈ ബോക്സിൽ നമ്പർ ഇങ്ങനെ കൂടണം, 2, 3, 4, 5. ഇപ്പോൾ ദിസ് ഇസ് എ വിഡ്ജറ്റ്, നമ്മൾ വിഡ്ജറ്റ് ഡിഫൈൻ ചെയ്യണം. ഇത് സ്റ്റേറ്റ്ലെസ് ആണോ സ്റ്റേറ്റ്ഫുൾ ആണോ എന്നാണ് നമ്മുടെ ഡൗട്ട്. പ്ലസ് നിൽക്കുമ്പോൾ ഇതിനകത്തുള്ള ഒരു വാല്യൂ മാറിയില്ലേ, 3 മാറി 4 ആവും, 4 മാറി 5 ആവും. വാല്യൂ മാറുന്നെങ്കിൽ അതിന് സ്റ്റേറ്റ് മാറുന്നുണ്ട്. ഈ വാല്യൂടെ നമ്മൾ സ്റ്റേറ്റ് എന്ന് പറയും. സ്റ്റേറ്റ് മാറുന്നുണ്ട്, വാല്യൂ മാറുന്നുണ്ട്, സ്റ്റേറ്റ് മാറുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റേറ്റ് ചെയ്യുന്നൊരു സാധനം, സ്റ്റേറ്റ് ഉള്ള ഒരു സാധനമായതുകൊണ്ട് സ്റ്റേറ്റ് ഫുൾ എന്ന് പറയും. ഇനി ഈ ബട്ടൺ ഞെക്കിയാലും ഇതിനകത്ത് ആകെയുള്ളത് ഹായ് എന്നാണ്. ഹായ് ഒന്നും മാറത്തില്ലെന്ന് വെച്ചോ, ഒരു സ്റ്റാറ്റിക് സാധനമാണ്. ഇതിനകത്തുള്ള വാല്യൂ ഒന്നും ചേഞ്ച് ചെയ്യുന്നില്ല. വാല്യൂ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിന് സ്റ്റേറ്റ് ഇല്ല, കാരണം ചേഞ്ച് ചെയ്യുന്ന ഒന്നുമില്ലല്ലോ. അപ്പോൾ സ്റ്റേറ്റേ ഇല്ല, സ്റ്റേറ്റ് ലെസ് ആണ്. അപ്പോൾ ഇഫ് എ കമ്പോണൻറ്റ് ഹാസ് സംതിങ് വിച്ച് ചേഞ്ചസ്, എന്നാൽ അത് സ്റ്റേറ്റ്ഫുൾ. അതിന് ചേഞ്ച് ചെയ്യുന്ന ഒന്നും ഇല്ലെങ്കിൽ അത് സ്റ്റേറ്റ് ലെസ്. ഇപ്പോൾ നമ്മുടെ ആർക്കിടെക്ചർ നോക്കുകയാണെങ്കിൽ ആപ്പിനകത്ത് ഡയറക്റ്റ്ലി എന്തെങ്കിലും ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഓരോ ലെവലിനകത്ത് ഈ ആപ്പിനകത്ത് ഡയറക്റ്റ് ആയിട്ട് എന്താ ഉള്ളത്?
ഹോം പേജ് ചേഞ്ച് ആവുന്നില്ല. ഹോം പേജ് എന്ന വാല്യൂ ചേഞ്ച് ആവുന്നില്ല. സോ നമ്മുടെ ആപ്പ് ഇസ് സ്റ്റേറ്റ്ലെസ്. ഇനി ഹോം പേജിനകത്ത് എന്തെങ്കിലും വാല്യൂ ചേഞ്ച് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. ഹോം പേജിൽ നമ്മൾ ഇഫ് എൽസ് ഒക്കെ വെച്ച് നമ്മൾ ഇത് മാറുന്നല്ലോ, ഇത് വെച്ച് മാറുന്നുണ്ട്. പിന്നെ ഈ കണ്ടെയ്നറിനകത്തുള്ള ടാസ്ക് 1, ടാസ്ക് 2, ടാസ്ക് 3 ഈ സാധനങ്ങൾ ഡൈനാമിക്കലി ആഡ് ചെയ്ത് വരെയില്ലേ, അതൊക്കെ മാറുന്നുണ്ട്. അതിൻ്റെ വാല്യൂ മാറുക. സോ അത് സ്റ്റേറ്റ് മാറുന്നുണ്ട്. സോ ദർ ഇസ് സ്റ്റേറ്റ്ഫുൾ. ഇനി ഈ ഓരോ ടാസ്ക് ബാർ നമ്മളുണ്ടാക്കി, ഈ ടാസ്ക് ബാറില്ല, സോറി, ദിസ് ടാസ്ക് വിഡ്ജറ്റ് അല്ലെങ്കിൽ കൗണ്ടർ വിഡ്ജറ്റിൽ സ്റ്റേറ്റ് മാറുന്നുണ്ടോ? ഉണ്ട്. കാരണം അതിന് സ്വന്തമായിട്ട് ഒരു കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടർ നിൽക്കുമ്പോൾ, ആ ബട്ടൺ നിൽക്കുമ്പോൾ ഇതിന്റെ കൗണ്ടിങ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. സോ ദെയർഫോർ ഈ സാധനത്തിനും സ്റ്റേറ്റ് ഉണ്ട്. ഇറ്റ് ഈസ് സ്റ്റേറ്റ്ഫുൾ. ഈസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായില്ലെങ്കിൽ ഐ ട്രൈ ടു ഗെറ്റ് സം വീഡിയോ സ്റ്റാഫ് ഇഫ് ഐ ക്യാൻ. അല്ലെങ്കിൽ ഐ record a video later and teach you that stuff. So that is stateful and stateless widgets. In doubt ഉണ്ടെങ്കിൽ പറയട്ടോ, just text me. ഞാൻ ബാക്കി നമ്മുടെ റിസീവ് ചെയ്യാം. So what were we doing? നമ്മൾ got it. Okay, next. സോ നമ്മളിവിടെ ചെയ്തുകൊണ്ടിരുന്നത്, ആ ബട്ടൺ നിൽക്കുമ്പോൾ ഡയലോഗ് ബോക്സ് വരണം. നമ്മൾ അതിന് ഡയലോഗ് ബോക്സിന് കുറച്ച് ഷെനാനിഗൻസ് കാണിച്ചു. അതൊരു ഫ്യൂച്ചറാണ്. ഫ്യൂച്ചറൊക്കെ എന്തിനാണ് പിന്നെ കാണിച്ചു തരാം. കാരണം ഡയലോഗ് ബോക്സ് നെക്കി ഉടനെ നമുക്ക് ഈ സ്ട്രിങ് ഔട്ട്പുട്ട് കിട്ടത്തില്ലല്ലോ, കുറച്ച് വെയിറ്റ് ചെയ്യണ്ടേ. അത് ഫ്യൂച്ചറിലല്ലേ വാല്യൂ വരും. കുറച്ച് വെയിറ്റ് ചെയ്ത് പിന്നെ എപ്പോഴോ ആണ് വാല്യൂ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഫ്യൂച്ചർ യൂസ് ചെയ്യുന്നത്. സോ ഗെറ്റ് ഡയലോഗ് ബോക്സ്, അത് ഷോ ഡയലോഗിനെ വിളിക്കും. ഷോ ഡയലോഗ് അലേർട്ട് ഡയലോഗിനെ ബിൽഡ് ചെയ്യും. അലേർട്ട് ഡയലോഗിൽ ബിൽഡ് ചെയ്യേണ്ട എന്തോന്നാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ വി ഹാവ് എ ടൈറ്റിൽ, വി ഹാവ് എ കണ്ടന്റ് വിച്ച് ഇസ് എ ടെക്സ്റ്റ് ഫീൽഡ്, പിന്നെ ആക്ഷൻ ബട്ടൺസ്. നമ്മൾ എന്തോ ബട്ടൺ വയ്ക്കും. Let's put a elevated like text button. We can put a text button here. Text button nathu endakkunde child, which can be a text. എന്ത് കൊടുക്കാം? ആഡ്. പിന്നെ ബട്ടൺ ആയതുകൊണ്ട് നമ്മളെപ്പോഴും ഒരു സാധനം കൊടുത്തേ പറ്റൂ. ഇഷ്യൂസ് ഒന്നുമില്ല. ലെറ്റ്സ് സേവ് ദിസ്. UL വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. പ്രോബ്ലം ഉണ്ടോ? unused import. We will solve that. ഇപ്പോൾ നമ്മളെല്ലാ കമ്പോണൻസും ഡിഫൈൻ ചെയ്ത് വെച്ചതേ ഉള്ളൂ. നോക്കാം എങ്ങനെ ഇരിക്കും. ശരി, വി പ്രസ് ദിസ്. ഡയലോഗ് ബോക്സ് വന്നു. ഈ ടൈപ്പ് ദിസ്. ആഡ് നിൽക്കുമ്പോൾ ഇത് ഇപ്പോൾ നോട്ടീസ് ദിസ്, ആഡ് നിൽക്കുമ്പോൾ ഇത് ക്ലോസ് ആയി പോകുന്നില്ല. നമുക്ക് ഇനി എന്തൊക്കെ വേണം? ലെറ്റ്സ് സീ വാട്ട് വി ആർ ഗോയിങ് ടു ഡു നെക്സ്റ്റ്. ആപ്പ് ഉണ്ട്, ബട്ടൺ ഉണ്ട്. ബട്ടൺ നിൽക്കുമ്പോൾ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരുന്നുണ്ട്. നമ്മളിവിടെ എന്തെങ്കിലും അടിച്ചു കഴിഞ്ഞാൽ ആ അടിച്ച വാല്യൂവും കൊണ്ട് ഹോം പേജിൽ പോയി, ഹോം പേജിൽ നമ്മുടെ ഒരു കൗണ്ടർ ആപ്പിന് നമ്മൾ കുറെ കൺസ്ട്രക്ടർ ഒക്കെ ഉണ്ടാക്കി, അതിനകത്ത് നമ്മൾ ഈ എടുത്ത ടെക്സ്റ്റ് വാല്യൂ കൊടുക്കണം. അപ്പോൾ ഡ്രിങ്ക് വാട്ടർ എന്നിവിടെ ഉണ്ടെങ്കിൽ ഈ ഡ്രിങ്ക് വാട്ടർ എന്ന വാല്യൂ എടുത്തുകൊണ്ട് പോയിട്ട് അത് വെച്ച് ഒരു കൗണ്ടറിന്റെ ബോക്സ് ഉണ്ടാക്കി അത് ഒരു ലിസ്റ്റിനകത്ത് കയറ്റിയിട്ട് അത് വെച്ച് സ്ക്രീൻ അപ്ഡേറ്റ് ചെയ്യണം. അതേസമയം നമ്മൾ ഈ ആഡ് ബട്ടൺ വെക്കുമ്പോൾ ഇതിന്റെ വാല്യൂ ക്ലിയർ ആവുകയും ചെയ്യണം, ഈ വാല്യൂ ഇറേസ് ആവുകയും ചെയ്യണം, ഈ ഡയലോഗ് ബോക്സ് ക്ലോസ് ആവുകയും ചെയ്യണം. ഇത്രയും സാധനങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഒന്നൊന്നായിട്ട് ചെയ്യാം. ഈ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിക്കുന്നതിന്, ഈ വാല്യൂ ട്രാക്ക് ചെയ്യാൻ വേണ്ടി യു യൂസ് സംതിങ് കോൾഡ് എ കൺട്രോളർ. കൺട്രോളർ ഡിഫൈൻ ചെയ്യണം. കൺട്രോളേഴ്സ് ഇറ്റ് ഇസ് എ വിയർഡ് കോൺസെപ്റ്റ്, ബട്ട് ഒരു കൺട്രോളർ ആണ് അപ്പുറത്തും ഇപ്പുറത്തും അങ്ങനെ ഒരു സാധനത്തിൽ നിന്ന് വേറെ സാധനത്തിലോട്ടൊക്കെ വാല്യൂ പോകുന്നുണ്ടെങ്കിൽ വി യൂസ് എ കൺട്രോളർ. ഈ ടെക്സ്റ്റ് ഫീൽഡിലൊക്കെ കൺട്രോളർ നമ്മൾ യൂസ് ചെയ്യും. സോ ഫസ്റ്റ് വി വിൽ ഡിഫൈൻ എ കൺട്രോളർ. നമ്മൾ അതിനെ പേര് വിളിക്കാം ഫീൽഡ് കൺട്രോൾ. അത് ഒരു ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളറാണ്. സോറി,
ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളറാണ്. പിന്നെ ഫീൽഡ് കൺട്രോളർ നമ്മൾ ഇപ്പോൾ ഇല്ല വാല്യൂ, പിന്നെ നമ്മൾ അതിൻ്റെ വാല്യൂ കൊടുക്കും. ദാറ്റ് ഇസ് വൈ വി പുട്ട് ലേറ്റ് ഇൻ ഹിയർ. ദെൻ വാട്ട് എൽസ് ഡു വി നീഡ് ടു ഡു? ഓ എൻ്റെ ടൈപ്പ് പറഞ്ഞില്ല. വാട്ട് ഇസ് ദ ടൈപ്പ് ഓഫ് ഇറ്റ്? ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ. സോ നമ്മൾ ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ ഫീൽഡ് കൺട്രോളർ എന്നൊരു കൺട്രോളർ ഉണ്ടാക്കി. അത് ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളറിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് ഉണ്ടാക്കുന്നത്. ഇനി വി നീഡ് ടു ഡു എ ബഞ്ച് ഓഫ് സ്റ്റാഫ്. ഹൈഡ് ചെയ്യാൻ തൽക്കാലം. കൺട്രോളർ സെറ്റപ്പ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടാണ്, ഇതൊക്കെ മെനക്കേടാണെന്നില്ല. സോ ഫസ്റ്റ് ഈ കൺട്രോളർ ആരെയാ എന്തോന്ന് കൺട്രോളറിന് എന്തോന്ന് നമ്മൾ പ്രത്യേകിച്ച് വാല്യൂ ഒന്നും ആദ്യം ഇവിടെ കൊടുക്കാൻ പാടില്ല കേട്ടോ, എറർ വരും. നമ്മൾ ഡിഫൈൻ ചെയ്യുന്നേ ഉള്ളൂ, കാരണം ആദ്യം വാല്യൂ കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ഇനിറ്റ് സ്റ്റേറ്റ് വിളിക്കും. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഇഫ് യു ആർ ഫെമിലിയർ വിത്ത് ക്ലാസ്സസിൽ ഒരു വാല്യൂ എങ്ങനെയാ പറയാ, ഒരു അതിനകത്ത് എഴുതിയേക്കുന്ന വാല്യൂ തന്നെ പിന്നെ അതിന് കൊടുക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മളിവിടെ ABC ഡിഫൈൻ ചെയ്തു. ABC അതിനകത്ത് അപ്പോൾ തന്നെ കൊടുക്കാൻ പറ്റത്തില്ല. XYZ അതിനകത്ത് ABC അപ്പോൾ തന്നെ പാസ് ചെയ്യാൻ പറ്റത്തില്ല. യു നീഡ് initializer or something which runs the first time the thing is called. If it goes over your head, leave it. അതിനെ കുറിച്ച് നോക്കേണ്ട ആവശ്യമില്ല. We just do this thing for controllers generally. എന്താ ചെയ്യുന്നത്? ആദ്യം നമ്മൾ കൺട്രോളറിന്റെ പേരൊക്കെ കൊടുത്തു, ഫീൽഡ് കൺട്രോൾ. ഇനി അതിന്റെ ഇനിഷ്യലൈസറിനകത്ത് ലൈക്ക് ഇതിന്റെ ഒരു ഇനിറ്റ് സ്റ്റേറ്റിനകത്ത് നമ്മൾ ഫീൽഡ് കൺട്രോളിന് വാല്യൂ കൊടുക്കും. ഫീൽഡ് കൺട്രോൾ ഇസ് ഈക്വൽ ടു ടെക്സ്റ്റ് എഡിറ്റിംഗ് കൺട്രോളർ. ഓക്കെ, ദിസ് ഷുഡ് നോട്ട് റൺ എറർ. ഇനി കൺട്രോളർ ഉണ്ടാക്കി നമ്മൾ ഇനി ആപ്പ് ക്വിറ്റ് ചെയ്യുമ്പോഴും കൺട്രോളർ അതിന്റെ ആവശ്യമില്ലല്ലോ. സോ വി വിൽ ഹാവ് ഒരു ഡിസ്പോസ് ഓൾസോ. ചേഞ്ച് അല്ല, സോറി, ഡിസ്പോസ്. ഡിസ്പോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? വെയിറ്റ്, നമ്മൾ കമന്റ് മൂവ് ചെയ്യാം. ഡിസ്പോസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഫീൽഡ് കൺട്രോളിനെ ഡിസ്പോസ് ചെയ്യണം. അപ്പോൾ അഗെയിൻ ടു റൺ ഡൗൺ ഈ സാധനം നിങ്ങൾക്ക് അതേപടി കോപ്പി പേസ്റ്റ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഫീൽഡ് കൺട്രോളർ യൂസ് ചെയ്താണ് നമ്മൾ കൺട്രോളർ യൂസ് ചെയ്യണം ഈ ടെക്സ്റ്റിനെ ഡയലോഗ് ബോക്സിൽ നിന്ന് പിടിച്ച് ഹോം പേജിൽ കൊണ്ടുപോകാൻ. അതിനുവേണ്ടി കൺട്രോളർ വേണം. കൺട്രോളർ നമ്മൾ ഇവിടെ വിളിക്കുന്നത് ഫീൽഡ് കൺട്രോൾ എന്ന്. ജസ്റ്റ് എനി നെയിമും കൊടുക്കാം, പി പൂ പൂ പൂന്ന് എന്ത് വേണോ കൊടുക്കാം. വി ആർ കോളിംഗ് ഇറ്റ് ഫീൽഡ് കൺട്രോൾ ഫോർ നൗ. ശരി, ഇനി ആ ഫീൽഡ് കൺട്രോളർ ഈ ടെക്സ്റ്റ് എവിടെ പോയി? നമ്മുടെ ടെക്സ്റ്റ് ഫീൽഡിൻ്റെതാണെന്ന് പറഞ്ഞു കൊടുക്കണം. ടെക്സ്റ്റ് ഫീൽഡിന്റെ കൺട്രോളർ ആരാണ്? ഫീൽഡ് കൺട്രോൾ ആണെന്ന് പറഞ്ഞു കൊടുക്കണം. ഇപ്പോൾ അതിനൊരു കൺട്രോളർ നമ്മൾ പാസ് ചെയ്ത് കൺട്രോളർ കൊടുത്തിട്ടുണ്ട്. ഇനി അതിന് ഇഷ്ടമുള്ള പരിപാടികളൊക്കെ ചെയ്യാം. ഇനി വാട്ട് ക്യാൻ വി ഡു? ബട്ടൺ നെക്കുമ്പോൾ എന്ത് വെച്ചണമെന്ന് പറയണം. ബട്ടൺ നെക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ്? നമ്മൾ കൺട്രോളറൊക്കെ കൊടുത്തിട്ടുണ്ട്. ബട്ടൺ നെക്കുമ്പോൾ ഫസ്റ്റ് തിങ് വി നീഡ് ഇസ് ആ സാധനം ക്ലോസ് ചെയ്യണം അല്ലേ, ആ ഡയലോഗ് ബോക്സിനെ. ഇപ്പോൾ വി യൂസ് സംതിങ് കോൾഡ് നാവിഗേറ്റർ. നാവിഗേറ്റർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഡയലോഗ് ബോക്സും ഒരു ഇൻഡിവിജ്വൽ പേജ് പോലെ ഇത് ട്രീറ്റ് ചെയ്യുന്നത്. ആപ്പിനകത്ത് പല സ്ക്രീൻ ഉണ്ടല്ലോ, ആ സ്ക്രീനിന് ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നാവിഗേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നതാണ് നാവിഗേറ്റർ. ഇപ്പോൾ പുതിയ സ്ക്രീൻ വരും, ആ സ്ക്രീനിൽ നിന്ന് നിങ്ങൾ ബാക്ക് അടിച്ചാൽ തൊട്ട് മുന്നത്തെ സ്ക്രീനിൽ തൊട്ട് അങ്ങനെയൊക്കെയല്ലേ ഹാൻഡിൽ ചെയ്യുന്നത്. അത് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ നാവിഗേറ്റർ. സോ നാവിഗേറ്റർ, one second. Mom was screaming, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, സോ നാവിഗേറ്റർ നമ്മൾ യൂസ് ചെയ്യണം. നാവിഗേറ്റർ ഓഫ് കോണ്ടെക്സ്റ്റ്, കാരണം അത് ഏത് സ്ക്രീനാണ് വർക്ക് ചെയ്യുന്നതെന്ന് എനിക്ക് പറയാം. അപ്പം നാവിഗേറ്റർ ഓഫ് കോണ്ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യണം? പോപ്പ് ചെയ്യണം.
ഇപ്പോൾ ഇരുന്ന സ്ക്രീൻ അതാണ് ഈ അലേർട്ട് ഡയലോഗ് ബോക്സ്. അലേർട്ട് ഡയലോഗ് ബോക്സിനെ പോപ്പ് ചെയ്ത് വേണം. പോപ്പ് ചെയ്യുമ്പോൾ പ്രീവിയസ് സ്ക്രീനിൽ അത് എന്തോന്ന് പാസ് ചെയ്യണം? ഫീൽഡ് കൺട്രോളില് ടെക്സ്റ്റ്. ഇനി അതെന്ത് ചെയ്യണം? ഫീൽഡ് കൺട്രോൾ ടെക്സ്റ്റ് അത് വലിച്ചു. ഇനി ഫീൽഡ് കൺട്രോൾ ക്ലിയർ. നമുക്ക് ആ ടെക്സ്റ്റ് ഫീൽഡ് ക്ലിയർ ചെയ്യാൻ ഇത്രയും മാത്രമേ ഉള്ളൂ. ഇവിടെ ഇത്രേ ഉള്ളൂ. അപ്പോൾ അഗെയിൻ നമ്മൾ ഇവിടെ എന്താ ചെയ്തതെന്ന് നോക്കാം. നമ്മളൊരു കൺട്രോളർ എടുത്ത് ടെക്സ്റ്റ് ഫീൽഡിന് കൊടുത്തു, ടെക്സ്റ്റ് ഫീൽഡിനെ കൺട്രോൾ ചെയ്യാൻ. എന്നിട്ട് നമ്മൾ ഈ ബട്ടണിനകത്ത് ഈ ആഡ് എന്ന ബട്ടണിനകത്ത് നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു. ആഡ് എന്ന ബട്ടൺ നിൽക്കുമ്പോൾ അതിനകത്തുള്ള ടെക്സ്റ്റിനെ എടുത്തിട്ട് അത് റിട്ടേൺ ചെയ്യണം പഴയ സ്ക്രീനിലോട്ട്. അതിൻ്റെ കൂടെ ആ ടെക്സ്റ്റ് നേരത്തെ ഇരുന്ന് എന്തോന്നാണോ അത് ക്ലിയർ ചെയ്യണം. സോ ദാറ്റ് അടുത്ത തവണ നിൽക്കുമ്പോൾ പഴയ ടെക്സ്റ്റ് തന്നെ ഇരിക്കാതിരിക്കാൻ. ട്രെയിൻ ചെയ്തു. ലെറ്റ്സ് സേവ് ഇറ്റ്. എന്താ പ്രോബ്ലം? ഒന്നുമില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് ചെയ്യുന്നുണ്ടോ നോക്കാം. അത് പോപ്പായി വരുന്നോ നോക്കാം. അത് പോപ്പായി വരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത നമ്മൾ അജണ്ടയിലുള്ള ടാസ്ക് എന്താണ്? ഇപ്പോൾ ആ ടെക്സ്റ്റ് കിട്ടി. നമുക്കിനി ആ ടെക്സ്റ്റ് എടുത്തോണ്ട് പോയിട്ട് ഗെറ്റ് ഡയലോഗ് ബോക്സിനകത്ത് ടെക്സ്റ്റ് ഉണ്ട്. ഇനി ആ ടെക്സ്റ്റ് എടുത്തോണ്ട് പോയിട്ട് അത് വെച്ചൊരു വിഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കൗണ്ടർ വിഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് ആ കൗണ്ടർ വിഡ്ജറ്റിനെ നമ്മുടെ എവിടെ പോയി വിഡ്ജറ്റ് ലിസ്റ്റിലോട്ട് ആഡ് ചെയ്യണം. ഇത്രയും സ്റ്റെപ്സ് ചെയ്യണം. ഇത് എപ്പോഴാണ് ചെയ്യുന്നത്? ഗെറ്റ് ഡയലോഗ് ബോക്സിൽ നിന്ന് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ. അതാണ് നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. സോ ഗെറ്റ് ഡയലോഗ് ബോക്സിൻ്റെ അവിടെ ഡിഫൈൻ ഫോർ സ്റ്റഫ്. അവിടെ എന്തെങ്കിലും എഴുതേണ്ടത്? അപ്പോൾ ലെറ്റ്സ് അതൊരു അസിൻക്രണസ് ഫംഗ്ഷൻ ആയിട്ട് ഫസ്റ്റ് നമുക്ക് എഴുതേണ്ടി വരും എന്തായാലും. ആ നെയിം അത് റിട്ടേൺ ചെയ്യല്ലേ. ഇഫ് യു ഡോണ്ട് നോ വാട്ട് an asynchronous function is, don't mind me. ഞാൻ എൻ്റെ അടുത്ത് തന്നെ സംസാരിച്ചതാ. കേൾക്കാവോ? എൻ്റെ ഓഡിയോ കട്ട് ഓഫ് ആയോ? എൻ്റെ മെഷീൻ നന്നായി ലാഗ് ചെയ്യുന്നുണ്ട്. കേൾക്കാവോ തന്നെ? ഓക്കെ, കുഴപ്പമില്ലല്ലേ? ഓൾറൈറ്റ്, നൈ റിസീവ്. സോ യെസ്, നമുക്ക് ബട്ടൺ നിൽക്കുമ്പോൾ ബട്ടൺ ഇത് റിട്ടേൺ ചെയ്ത വാല്യൂ, ഈ റിട്ടേൺ ചെയ്യുന്ന ഈ വാല്യൂ എടുത്ത് നമുക്ക് നമ്മുടെ പരിപാടി ചെയ്യണം. നമ്മൾ ആദ്യമേ പറഞ്ഞു ഈ ഷോ ഡയലോഗ് ബോക്സ് ഫ്യൂച്ചറിൽ ഗെറ്റ് ഡയലോഗ് ബോക്സ് ഫ്യൂച്ചറിൽ എപ്പോഴോ നമുക്കൊരു സ്ട്രിങ് റിട്ടേൺ ചെയ്യുമെന്ന്. നമുക്ക് അതിനെ ഹാൻഡിൽ ചെയ്യണം. അത് ഹാൻഡിൽ ചെയ്യാൻ അപ്പോൾ ഓൺ പ്രസ്ഡ് നമുക്ക് ആദ്യം അസിൻക്രണസ് ഒന്നും അധികം കൊടുക്കണ്ട. ഗെറ്റ് ഡയലോഗ് ബോക്സ് ഒരു വാല്യൂ തരും. അത് നമുക്ക് വാർ നെയിം അതിനകത്തോട്ട് സ്റ്റോർ ചെയ്യാം. അത് ഫ്യൂച്ചർ സ്ട്രിങ് എന്ന് അതിന് കിട്ടി. കാരണം എന്താ? ഗെറ്റ് ഡയലോഗ് ബോക്സ് റിട്ടേൺ ചെയ്യുന്ന ഒരു സ്ട്രിങ് ആണ്. ഇനി നമുക്ക് ഉടനെ കിട്ടത്തില്ലല്ലോ. എപ്പോഴോ അല്ലേ കിട്ടും. ഫ്യൂച്ചറിൽ എപ്പോഴോ കിട്ടുക പറയുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ എപ്പോൾ കിട്ടും അതുവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അവൈറ്റ് കൊടുക്കും. അവൈറ്റ് അല്ലേ? അവൈറ്റ് എടുക്കുമ്പോൾ നെയിം അത് സ്ട്രിങ് ആയി. നേരത്തെ അത് ഫ്യൂച്ചർ ആയിരുന്നു. ഇപ്പോൾ നേരത്തെ അത് ഫ്യൂച്ചർ സ്ട്രിങ് ആയിരുന്നു. നമ്മൾ ഇനി ആ ഫ്യൂച്ചറിന് വേണ്ടി ആദ്യമേ വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. അതിന് അവൈറ്റ് കൊടുക്കും. അവൈറ്റ് എടുക്കുമ്പോൾ ദസ് നെയിം now becomes a string. പിന്നെ ഇതിനകത്ത് പറയണം await can only be used with an asynchronous function. So we use an async function. വിഷ്വൽ എല്ലാം മാറി. എന്താ ഇവിടെ നെയിം യൂസ് ചെയ്തിട്ടില്ല. നെയിം യൂസ് ചെയ്യാം. നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇഫ് നെയിം നള്ളാവുന്നതാണ് പ്രോബ്ലം. നെയിം ക്യാൻ ബി നള്ളബിൾ. നമുക്ക് നള്ളബിൾ മാറ്റാം. ഇഫ് നെയിം ഈക്വൽ ടു നൾ ഓർ നെയിം ഈസ് empty, return. അപ്പോൾ വാട്ട് ഡസ് ദിസ് ലൈൻ ഡു? അപ്പോൾ നമ്മളിവിടെ
ഗെറ്റ് ഡയലോഗ് ബോക്സ് ഒരു സ്ട്രിങ്ങിനെയും കൊണ്ട് റിട്ടേൺ ചെയ്തു. അത് നമ്മൾ നെയിമിനകത്ത് സ്റ്റോർ ചെയ്തു. ഈ നെയിം നള്ളാണെങ്കിൽ വാട്ട് വി ഡു, അത് അപ്പോഴേ നമ്മൾ എക്സിറ്റ് ചെയ്യും. നെയിം നള്ളോ അല്ലെങ്കിൽ നെയിമിനകത്ത് എം ടി വാല്യൂ ആണുള്ളതെങ്കിൽ ഇറ്റ് റിട്ടേൺസ് നത്തിങ്. 1 second. Again, external disturbances, sorry for that. അപ്പോൾ അസിൻക്രണസ് ഫംഗ്ഷൻ നെയിം എല്ലാം കൊണ്ടുവരുന്നു. ഇനി നമുക്ക് ഈ നെയിം വെച്ച് എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞ പോലെ വിഡ്ജറ്റ് ലിസ്റ്റിനകത്ത് ആഡ് ചെയ്യണം. സോ വിഡ്ജറ്റ് ലിസ്റ്റ് ഡോട്ട് ആഡ്, വിഡ്ജറ്റ് ലിസ്റ്റിൽ എന്തോന്ന് ആഡ് ചെയ്യണം? ഒരു കൗണ്ടർ വിഡ്ജറ്റ് നമ്മൾ ഡിഫൈൻ ചെയ്തല്ലേ, കൗണ്ടർ വിഡ്ജറ്റ്. കൗണ്ടർ വിഡ്ജറ്റിനകത്ത് കീയും ടാസ്കും, കീ നമ്മൾ ഓൾറെഡി പാസ് ചെയ്യണം, അത് നള്ളബിൾ ആണ്. നമുക്ക് ടാസ്ക് കൊടുക്കണം. ഈ ടാസ്ക് എന്താണ്? നെയിമാണ്. ഇറ്റ് ഇസ് എ സ്ട്രിങ്, നെയിമാണ്. ബൂം, നമ്മൾ പറഞ്ഞ ആ സാധനം കഴിഞ്ഞ്. അപ്പോൾ ഇവിടെ ഒന്നും കൂടി നമുക്ക് നോക്കാം. നമ്മൾ ആ ടാസ്ക്, ആ നെയിം എവിടുന്ന് പാസ് ചെയ്തു? ഈ ഡയലോഗ് ബോക്സ് പോപ്പ് ചെയ്യുമ്പോൾ ആ ടെക്സ്റ്റും കൊണ്ട് പുറത്ത് വരും. ആ ടെക്സ്റ്റ് ഗെറ്റ് ഡയലോഗ് ബോക്സ് നമുക്ക് നെയിമിൽ കൊടുക്കും. നെയിം നള്ളാണോ ചെക്ക് ചെയ്യും. നെയിം നള്ളാണെങ്കിൽ അപ്പോഴേ കളയും. ഇനി നെയിം നോട്ട് നള്ളായിട്ടാണ് വിടുന്നത്, അപ്പോൾ എന്തായാലും അത് സ്ട്രിങ് ആയിരിക്കും. അപ്പോൾ കൗണ്ടർ വിഡ്ജറ്റിനകത്ത് നമ്മൾ നെയിം പാസ് ചെയ്യും. അപ്പോൾ ഒരു വിഡ്ജറ്റ് കിട്ടി. ആ വിഡ്ജറ്റിനെ എടുത്ത് നമ്മൾ ലിസ്റ്റിൽ ആഡ് ചെയ്യും. ഇതുവരെ ഓക്കെ ആണോ നമുക്ക് നോക്കാം. ഇതുവരെ ഓക്കെ ആണെങ്കിൽ നമ്മുടെ ആ ഇഫ് എൽസ് കണ്ടീഷൻ ഇല്ലേ, ആ എൽസ് കണ്ടീഷനിലോട്ട് മാറണം. Hopefully this shouldn't give me an error. Read and what? It gave me an error. Yes. അത് വി മേഡ് എ ഡം മിസ്റ്റേക്ക്, അല്ലെ ഐ മേഡ് എ ഡം മിസ്റ്റേക്ക്. നമ്മൾ സെറ്റ് സ്റ്റേറ്റ് ചെയ്യുന്നില്ലല്ലോ. എന്നുവെച്ചാൽ ബട്ടൺ നെക്കി വിഡ്ജറ്റ് എല്ലാം ചെയ്തു, പക്ഷെ സെറ്റ് സ്റ്റേറ്റ് ചെയ്തില്ല. സോ സെറ്റ് സ്റ്റേറ്റ് കൂടി ഇനി വിളിക്കാം. സെറ്റ് സ്റ്റേറ്റ് നൗ ഹോപ്പ്ഫുള്ളി ആ ഇഫ് എൽസ് കണ്ടീഷൻ വരും. എന്നുവെച്ചാൽ ആദ്യം ടാസ്ക് ഒന്നുമില്ല, പിന്നെ എലമെന്റ് എക്സിസ്റ്റ് എന്ന് കാണിക്കും. കാരണം നമ്മൾ ഈ ഡയലോഗ് ബോക്സ് വഴി എൻ്റർ ചെയ്യുന്നത് ഒരു വിഡ്ജറ്റ് അതിനകത്ത് കയറി പോകുമല്ലോ. സോ പ്ലസ് ബട്ടൺ ആഡ് എലമെന്റ് എക്സിസ്റ്റ്. ഓക്കെ, ഇനി അവർ ഇഷ്യൂ ഇസ് ആ എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്ന, അത് എലമെന്റ് കാണിക്കുന്നില്ലല്ലോ സ്ക്രീനിൽ. ഇനി അത് ചെയ്യണം. ദാറ്റ് ഇസ് ഓൾമോസ്റ്റ് ദ എൻഡ് ഓഫ് അവർ ഫങ്ഷണൽ പാർട്ട്. ഇനി ആ എലമെന്റ് എങ്ങനെ നമ്മൾ ഡിസ്പ്ലേ ചെയ്യും? അപ്പോൾ നമുക്ക് റിവ്യൂ ചെയ്യാം നമ്മുടെ എലമെന്റ് എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന്. നമുക്കൊരു വിഡ്ജറ്റ് ലിസ്റ്റ് ഉണ്ടല്ലേ, ആ വിഡ്ജറ്റ് ലിസ്റ്റിനകത്ത് ലിസ്റ്റ് ഓഫ് എന്തോ ഉണ്ട്. ആ വിഡ്ജറ്റ് ലിസ്റ്റിനകത്ത് നമ്മുടെ ഇങ്ങനെ ഈ കൗണ്ടർ വിഡ്ജറ്റുകളുടെ ലിസ്റ്റ് ഉണ്ട്. കൗണ്ടർ വിഡ്ജറ്റല്ലേ ഇതിനകത്ത് ആഡ് ചെയ്ത് പോകുന്നു. വിഡ്ജറ്റ് ലിസ്റ്റിനകത്ത് കൗണ്ടർ വിഡ്ജറ്റുകളുടെ ഒരു ലിസ്റ്റ് ഉണ്ട്. ഇനി കൗണ്ടർ വിഡ്ജറ്റുകൾ അത് ആകെ അങ്ങ് ബിൽഡ് ചെയ്ത് തന്നാൽ മതി. ജസ്റ്റ് ആ കണ്ടെയ്നറിനകത്ത് വെച്ച് തന്നാൽ മതി. അപ്പോൾ നമുക്കത് ചെയ്യാം. അതിന് there is something called a list view builder. You can read about it if you want. അതാണ് നമ്മൾ ഇനി യൂസ് ചെയ്യാൻ പോകുന്നത്. List view builder. It is an interesting read if you want. അപ്പോൾ നമ്മൾ എന്തായാലും യൂസ് ചെയ്യാൻ പോകുന്നതാണ്. So we use list view builder. View builder അല്ലേ? ലിസ്റ്റ് വ്യൂ ബിൽഡറിനകത്ത് ഫസ്റ്റ് ആർഗ്യുമെന്റ് എത്ര ഐറ്റം കൗണ്ട് എന്ന് നമ്മൾ കൊടുക്കണം. എത്ര ഐറ്റം ഉണ്ട് നമുക്കത് എങ്ങനെ അറിയാൻ പറ്റും? വിഡ്ജറ്റ് ലിസ്റ്റിൽ ലെങ്ത് എടുത്താൽ മതിയല്ലോ. ഡോട്ട് ലെങ്ത് ഐറ്റം കൗണ്ട് ആയി. ഇനി വാട്ട് ഡു വി വാണ്ട്? ഐറ്റം ബിൽഡർ. ഐറ്റം ബിൽഡർ എന്തോന്നെയാണ് ബിൽഡ് ചെയ്യുക? അപ്പോൾ ലിസ്റ്റ് വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു ലിസ്റ്റിനെ വെച്ച് ലിസ്റ്റിനകത്തുള്ള ഓരോ കമ്പണന്റും ബിൽഡ് ചെയ്ത് പോകും. അപ്പോൾ അതാണ് ഈ ഐറ്റം ബിൽഡർ ചെയ്യാൻ പോകുന്നത്. ഈ ഐറ്റം ബിൽഡർ എന്തോന്നാണ് ബിൽഡ് ചെയ്യേണ്ടത്? അതിന് പിന്നെ വി നീഡ് ടു put some stuff. Build context. അത്
യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് ഇസ് നമ്മുടെ കോണ്ടെക്സ്റ്റ്. ആൻഡ് ദെൻ അത് ട്രാക്ക് ചെയ്യേണ്ട ഇൻഡെക്സ്, അത് ഒരു ഇൻഡെക്സ്, ഒരു അനോണിമസ് ഫംഗ്ഷൻ പോലെയാണ്. ഓക്കെ, ഇനി അത് ഓരോ തവണ റിട്ടേൺ ചെയ്യേണ്ട എന്തോന്നാണ് നമ്മുടെ വിഡ്ജറ്റ് ലിസ്റ്റിലെ ഇൻഡെക്സ്ഡ് എലമെന്റ് ആണ് റിട്ടേൺ ചെയ്യേണ്ടത്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് വി ഡിഡ് ഹിയർ. നമുക്ക് ലിസ്റ്റ് വ്യൂ ബിൽഡർ എന്നൊരു സാധനമുണ്ട് വിച്ച് ബിൽഡ്സ് എലമെന്റ്സ് ഫ്രം എ ലിസ്റ്റ്. അത് എത്ര എലമെന്റ് ബിൽഡ് ചെയ്യണമെന്ന് നമ്മൾ ആ ലിസ്റ്റിന്റെ ലെങ്ത് അങ്ങ് നേരെ അങ്ങ് എടുത്ത് ഉപയോഗിക്കുകയാണ്. അതാണ് എത്ര എലമെന്റ് അത് ഉണ്ടാക്കണം. ഇനി ആ ബിൽഡർ ഫംഗ്ഷൻ ഐറ്റം ബിൽഡർ ഉപയോഗിക്കുന്നത് ആദ്യം നമ്മൾ അതിന് കൊടുക്കേണ്ടത് ബിൽഡ് കോണ്ടെക്സ്റ്റ്. അത് ലൈക്ക് ഏത് സ്ക്രീനിലാണ് ഇരിക്കുന്നത്, അങ്ങനെ കുറേ ഇന്റേണൽ ഇൻഫർമേഷൻ. വി ഡോണ്ട് ഹാവ് ടു ബോദർ ഇറ്റ്, ജസ്റ്റ് നോ ദാറ്റ് അത് നമ്മൾ പാസ് ചെയ്തേ പറ്റൂ. നൗ ഇൻഡെക്സ്, അതാണ് ഇപ്പോൾ എത്രാമത്തെ ഇൻഡെക്സ് എന്ന് ട്രാക്ക് ചെയ്യുന്നത്. ഫോർ ഐ ഇൻ റേഞ്ച് 0 to 100 എന്ന് പറയുമ്പോൾ ഐ അല്ലേ നമ്മൾ ട്രാക്ക് ചെയ്യുന്നത്. അതിനാണ് നമ്മളിവിടെ ഇൻഡെക്സാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ ഐയും കൊടുക്കാം, ഇഷ്ടമുള്ളത് കൊടുക്കാം. സോ ഇൻറ്റിജർ ഇൻഡെക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ റേഞ്ചിന് വേണ്ടി. എന്നിട്ട് ആ ഇൻഡെക്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഐറ്റം ബിൽഡറിന് റിട്ടേൺ ചെയ്യണം. ഈ ഓരോ ഐറ്റംസ് എന്തോന്നാണ് റിട്ടേൺ ചെയ്യുന്നത്, വിഡ്ജറ്റ് ലിസ്റ്റിലെ ഇൻഡെക്സ്ഡ് എലമെന്റ്. Now let's try running this. Hopefully this should not give me an error and it should actually work. And boom, let's try again. Read, add, drink, add, eat. And നമുക്കിനി ഓരോന്നിന് അതിൻ്റെതായ രീതിയിൽ കൗണ്ട് ചെയ്യാം. എത്ര തവണ ഈറ്റ് ചെയ്ത്, എത്ര തവണ ഡ്രിങ്ക് ചെയ്ത്, എത്ര തവണ റീഡ് ചെയ്തു, എത്ര തവണ ദിസ് blob of text കൗണ്ട് ചെയ്തു. ഓക്കെ, we can do this thing. നമ്മുടെ ആപ്പിന്റെ എല്ലാ ഫങ്ഷണൽ കമ്പോണൻസും റെഡി ആണ്. അവർ ആപ്പ് ഇസ് ആക്ച്വലി കംപ്ലീറ്റ്, ബട്ട് ഇറ്റ് ലുക്സ് അഗ്ലി AF. Like അതിനകത്ത് ഇറ്റ് ഡസന്റ് ലുക്ക് ലൈക്ക് വാട്ട് വി വാണ്ട് അറ്റ് ഓൾ. ഈ സാധനങ്ങളെല്ലാം ഔട്ട് ഓഫ് പ്ലേസ്, ഇറ്റ് ലുക്സ് മിസ്അലൈൻഡ്, ഓൾ ദാറ്റ് സ്റ്റഫ്. സോ നൗ നമുക്ക് GUI ചെയ്യാം. ഇതുവരെ ഫങ്ഷണൽ പാർട്ട് ഇസ് കംപ്ലീറ്റ്. നമ്മുടെ ആപ്പ് ഇപ്പോൾ ഇസ് വർക്കിംഗ്, അതിനാവശ്യമുള്ള എല്ലാ ഫങ്ഷൻസ് ഇസ് ഓൾറെഡി ദയർ. ഇതുവരെ എന്തെങ്കിലും നിങ്ങൾക്ക് കവർ ചെയ്യാൻ, ഞാൻ ഏതെങ്കിലും ഒരു സ്പെസിഫിക് പോയിന്റ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം. ദ റെക്കോർഡിംഗ് ഇസ് ദയർ, ബട്ട് റെക്കോർഡിങ്ങിലാണെങ്കിലും ഞാൻ പറഞ്ഞത് ഒട്ടും മനസ്സിലായില്ല എന്നാണെങ്കിൽ ക്യാൻ ടെൽ മീ റൈറ്റ് നൗ. ഏതെങ്കിലും ഒരു ഭാഗം റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ. സോ ഈസ് ദർ എനി പാർട്ട് സോ ഫാർ ഈ ചെയ്തതിൽ ഞാൻ ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യണം, ആ ഐഡിയ അല്ലെങ്കിൽ വാട്ട് വി ഡിഡ്, വൈ വി ഡിഡ് സംതിങ്, അതിനെക്കുറിച്ച് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോ. വീഡിയോ കണ്ടിട്ട് മനസ്സിലാവില്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ ചോദിക്കാം. ഇപ്പോഴേ ചോദിച്ചാൽ ഇറ്റ് വിൽ സ്റ്റിൽ ബി ദയർ ഇൻ ദ വീഡിയോ. സോ എനിത്തിങ് ലൈക്ക് ഫ്യൂച്ചർ ഫംഗ്ഷൻ ഉപയോഗിച്ചത്, അല്ലെങ്കിൽ നമ്മൾ എന്തിനാ കൺട്രോളർ യൂസ് ചെയ്തത്, അല്ലെങ്കിൽ ലിസ്റ്റ് വ്യൂ ബിൽഡർ എന്തിനാ യൂസ് ചെയ്തത്, ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചോ. ഐ ക്യാൻ റിപ്പീറ്റ് ദാറ്റ്. ഇനി ആകെ ഉള്ളത് നമ്മൾ GUI ഡിസൈൻ ചെയ്ത് പോകുന്ന പരിപാടി മാത്രമാണ്. ഇതിന്റെ സ്റ്റൈലിങ്ങും എല്ലാം ചെയ്യുന്നത് മാത്രമാണ് ഇനി റിമൈനിങ് പാർട്ട്. ആൻഡ് ദാറ്റ് ഇസ് ലൈക്ക് ഈസിയസ്റ്റ് പാർട്ട്. ഈ ഫങ്ഷണൽ ആസ്പെക്ട് ആയിരുന്നു ഫിഗർ ഔട്ട് ചെയ്യാൻ ഹാർഡ്. ഓക്കെ, ലിസ്റ്റ് വ്യൂ ബിൽഡർ വൺസ് മോർ. ഓക്കെ, സോ നമുക്ക് ഇവിടെ ലിസ്റ്റ് വ്യൂ ബിൽഡർ ഇല്ലെന്ന് വെച്ചോ. ലൈക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്തോന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഉള്ളത് എന്തോന്ന് നോക്കാം. ആദ്യം കയ്യിൽ നമുക്കൊരു വിഡ്ജറ്റ് ലിസ്റ്റ് എന്നൊരു സാധനമുണ്ട്. വിഡ്ജറ്റ് ലിസ്റ്റിനകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തോന്ന്, സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓരോ വിഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ അപ്പോൾ തന്നെ ഈ ലിസ്റ്റിനകത്ത് കിട്ടും. അപ്പോൾ ലിസ്റ്റ് കണ്ടെയ്ൻസ് എ സെറ്റ് ഓഫ് വിഡ്ജറ്റ്സ്. പക്ഷെ അത് ലിസ്റ്റിനകത്ത് സ്റ്റോർഡ് ആയിട്ട് മാത്രമേ ഉള്ളൂ, അത് നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നില്ല. സ്ക്രീനിൽ നമ്മളിങ്ങനെ ഓരോന്നോരോന്നും കൊടുക്കല്ലേ, ആ ടെക്സ്റ്റ് അല്ലെങ്കിൽ നമ്മൾ എന്തോന്ന് ഉപയോഗിക്കും, ഒരു റോ ഉപയോഗിച്ചിട്ട് റോയിനകത്ത് ഓരോന്നിങ്ങനെ നമ്മൾ സ്പെസിഫിക് ആയി കൊടുക്കുക. റോയിനകത്ത് ഡൈനാമിക്കലി ആഡ് ചെയ്യാനോ ഡൈനാമിക്കലി റിമൂവ് ചെയ്യാനോ ഒരു സാധനമില്ല.
റോയിനകത്ത് നമ്മൾ ചിൽഡ്രൻ അതിനകത്ത് ലിസ്റ്റിനകത്ത് ഐ വിൽ ഷോ ഇറ്റ്. ഇവിടെ ഉണ്ടല്ലോ കൗണ്ടറിനകത്ത് റോ റോയിനകത്ത് ഒരു ചിൽഡ്രൻ ഉണ്ട്. ഈ ചിൽഡ്രൻ ഇസ് എ ലിസ്റ്റ്. ഈ ലിസ്റ്റിനകത്ത് നമ്മൾ ഇങ്ങനെ കുറെ വിഡ്ജറ്റ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് ഡൈനാമിക്കലി ചെയ്യാൻ ഒരു വഴിയില്ല. ഡൈനാമിക്കലി ആഡ് ചെയ്യാൻ റിമൂവ് ചെയ്യാൻ വഴിയില്ല. അതിനു വേണ്ടിയാണ് ഈ ലിസ്റ്റ് വ്യൂ ബിൽഡർ ഉള്ളത്. ലിസ്റ്റ് വ്യൂ ബിൽഡറിന് ആവശ്യമുള്ളത് ആകെ ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിനകത്തുള്ള എല്ലാ സാധനവും അതങ്ങ് ബിൽഡ് ചെയ്യും. അതിനാണ് ഈ ലിസ്റ്റ് വ്യൂ ബിൽഡർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇവിടെ ചെയ്യുന്നത് അവിടെ പോയി ദിസ് ഏത് നമ്മളെ ആക്ഷൻ ബട്ടൺ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്തോന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡയലോഗ് ബോക്സിനകത്ത് എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിയുമ്പോൾ അതാണ് ഇവിടെ ഡയലോഗ് ബോക്സിനകത്ത് ടൈപ്പ് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് നമ്മൾ നെയിമിനകത്ത് സ്റ്റോർ ചെയ്യും. ആ നെയിം വെച്ച് നമ്മളൊരു കൗണ്ടർ ബോക്സ് ഉണ്ടാക്കും, കൗണ്ടർ വിഡ്ജറ്റ്. ആ കൗണ്ടർ വിഡ്ജറ്റ് നമ്മൾ ലിസ്റ്റിനകത്തോട്ട് ആഡ് ചെയ്യും. ഇപ്പോൾ ലിസ്റ്റിനകത്ത് കുറേ കൗണ്ടർ വിഡ്ജറ്റ്സ് ഉണ്ട്. അത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ നമ്മൾ ലിസ്റ്റ് വ്യൂ യൂസ് ചെയ്യും. ലിസ്റ്റ് വ്യൂ ബിൽഡർ ഇങ്ങനെ ഓരോ ലിസ്റ്റിനകത്തുള്ള ഓരോ ഇൻഡെക്സും, ഇപ്പോൾ ലിസ്റ്റിലെ ഫസ്റ്റ് സാധനം ഐറ്റം ബിൽഡറിന് കൊടുക്കും, അത് ബിൽഡ് ചെയ്ത് സ്ക്രീനിൽ വെക്കും. ഇനി ഇൻഡെക്സ് 2, 3, 4 എങ്ങനെ എത്ര വരെ 4in0 to വിഡ്ജറ്റ് ഡോട്ട് ലെങ്ത് വരെ. അപ്പോൾ 5 സാധനങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ആ 5 സാധനം ഐട്രേറ്റ് ചെയ്ത് ഈ ബിൽഡറിനകത്തോട്ട് പാസ് ചെയ്യും. ബിൽഡറിനകത്തോട്ട് പാസ് ചെയ്യുന്ന ഏതാണ്? ഈ ലിസ്റ്റിനകത്തിരുന്ന ഓരോ എലമെന്റ്. അത് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി പറ. ഐ ആം വെരി ബാഡ് അറ്റ് എക്സ്പ്ലെയിനിങ് സ്റ്റഫ്. അല്ലെ ഏതെങ്കിലും സ്പെസിഫിക് കോൺസെപ്റ്റ് ആണ് മനസ്സിലാവാത്തെങ്കിൽ അത് പറഞ്ഞാൽ മതി. ഐ ക്യാൻ പിൻ പോയിന്റ് ചെയ്ത് എനിക്ക് അത്രയും അത് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു തരാൻ പറ്റും. ലിസ്റ്റ് വ്യൂ ബിൽഡറിൽ ലൈക്ക് ഇനി എവിടെയാ സ്പെസിഫിക് ആയിട്ട് ഡൗട്ട്? അത് യൂസ് ചെയ്യുന്ന എന്തിനാണോ അതോ അതിന്റെ സിൻടാക്സ്? ഒക്കെയാണ്. ഓക്കെ, ഇറ്റ്സ് ഗുഡ്. വേറെ എന്തെങ്കിലും ഭാഗം വേറെ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലിസ്റ്റ് വ്യൂ ബിൽഡർ അല്ല ഈ ഡയലോഗ് ബോക്സ് എങ്ങനെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ വാട്ട് ഇസ് ദിസ് ഹോൾ ഫ്യൂച്ചർ ഷെനാനിഗൻസ് അല്ല അത് പറഞ്ഞുകൊണ്ടിരുന്ന വി വോണ്ട് ഹാവ് ടൈം. ബട്ട് ദ ആപ്പ് ഇസ് ഓൾമോസ്റ്റ് ഡൺ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ വി ക്യാൻ സോൾവ് റൈറ്റ് നൗ. ഐ വിൽ വെയിറ്റ് ടിൽ 12:10. അത് കഴിഞ്ഞ് ഞാൻ നേരെ ജിയോയിലോട്ട് പോകും. UI സ്റ്റൈലൈസിങ് ആസ്പെക്റ്റിലോട്ട് പോകും. ഓക്കെ, സോ നോബഡി ഗോട്ട് എനി ഡൗട്ട്സ്. ഈ മെയിൻ ആക്സസ് അലൈൻ ചെയ്യാം അല്ലേ ബ്രോ? മെയിൻ ആക്സസ് നമുക്ക് ഇനി എന്തൊക്കെയാ? ഓക്കെ, വി ക്യാൻ ഗോ ഓവർ ദാറ്റ്. UIയിൽ എന്തൊക്കെ നമുക്ക് ചേഞ്ച് വരുത്തണം? ആദ്യം ആ കൗണ്ടർ ആപ്പ് എഴുതിയിരിക്കുന്ന സാധനം ലെഫ്റ്റ് ഇരിക്കുന്നത് എനിക്ക് പിടിക്കുന്നില്ല. നീ പറഞ്ഞ അതിനെ എനിക്ക് സെൻറ്റർ ആക്കണം. പിന്നെ ഐ വുഡ് ലൈക്ക് ടു മേക്ക് ഇറ്റ് ഓൾ വൈറ്റ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഐ ഹേറ്റ് ബ്ലൂ. ഐ ലൈക്ക് ബ്ലൂ, ബട്ട് എനിക്ക് ഇതിനകത്ത് എന്തോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യാൻ തോന്നി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചെയ്യണം. പിന്നെ ആ ടെക്സ്റ്റ് സെൻറ്റർ ആകണം. ടെക്സ്റ്റ് കുറച്ച് ബോൾഡ് ആക്കിയാൽ കൊള്ളാം. പിന്നെ ബട്ടൺസ് എല്ലാം ഒരു മിസ്അലൈൻ രീതിയിൽ ഇരിക്കുന്നത്. ടെക്സ്റ്റ് ആണെങ്കിൽ നമുക്കറിയാം എങ്ങനെ വേണോ ആവാം. അപ്പോൾ വാട്ട് ഐ വാണ്ട് ടു ഡു ഇസ് ടെക്സ്റ്റ് മാക്സിമം സ്പേസ് എടുക്കുന്ന രീതിയിൽ റീഡ് മാക്സിമം സ്പേസ് എടുക്കും. ഡ്രിങ്ക് എന്ന ടെക്സ്റ്റ് ഫീൽഡ് ടെക്സ്റ്റ് ബോക്സ് മാക്സിമം സ്പേസ് എടുക്കും. ഇപ്പം ബട്ടൺ എല്ലാം കൂടി അറ്റത്ത് വരുന്ന രീതിക്ക് ആക്കണം. പിന്നെ വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ ഇരിക്കുന്നതിന്റെ പൊസിഷൻ എനിക്ക് സെൻറ്റർ ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്. കാരണം ഇപ്പോൾ ഇതിവിടെ ഇരിക്കുകയാണ്. ഈ സാധനം റൈറ്റിൽ വന്നു കഴിഞ്ഞാൽ താഴത്തെ എലമെന്റ് ഒന്നും എനിക്ക് വായിക്കാൻ പറ്റില്ല. 10 ഇപ്പോൾ ഇവിടെ 1, 2, 3 3 ബട്ടൺ നേരെ ബട്ടണിന് പുറകെ പോകും, വായിക്കാൻ പറ്റത്തില്ല. അപ്പം ഈ ബട്ടണിനെ പിടിച്ച് സെൻറ്റർ ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ ആ ബട്ടണിനകത്ത് ഇപ്പോൾ ഒന്നും കാണാൻ പോലും പറ്റില്ല. നമുക്ക് അവിടെ പ്ലസ് ഐക്കൺ വെക്കണമെന്നുണ്ട്. ദെൻ വാട്ട് എൽസ്? ഈ എൻ്റർ ടാസ്ക് തന്നെ ഐ വുഡ് ലൈക്ക് ടു മേക്ക് സം UI ചേഞ്ചസ് ഹിയർ. എന്ത് ചെയ്യാം? ലൈക്ക് ഈ ആഡ് ബട്ടൺ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയാൽ കൊള്ളാമെന്നുണ്ട്. പിന്നെ വേണമെങ്കിൽ ഇവിടെ ഒരു ബോർഡർ വയ്ക്കാം. ഇങ്ങനെ കൊച്ചു UI എലമെന്റ്സ്. അതെങ്ങനെ ചെയ്യുന്നതെന്ന് നമുക്ക് നെക്സ്റ്റ് ചെയ്യാം. ക്ലിക്സ് നോക്കാം. വി ക്യാൻ ഡു ദാറ്റ്. നിങ്ങൾ ഇതിൻ്റെ എല്ലാ കോഡും ഇറ്റ്സ് അവൈലബിൾ ഓൺ ഗിറ്റ് ഹബ്. ഇതേപോലെ ആയിരിക്കത്തില്ല, ഞാൻ വേറെ എന്തൊക്കെയോ ചെയ്തത് അതിനകത്തും. ബട്ട് ഇവിടെ ഇതിനകത്തുണ്ട്. ദിസ് ഹാസ് ദ ലിങ്ക് ഫോർ ദ ഗിറ്റ് ഹബ്.
ഇതിനകത്തുള്ള പഴയ ഗിറ്റ് കമ്മിറ്റ്സ് നോക്കുകയാണെങ്കിൽ ഐ വിൽ ഷോ യു ദ തിങ്. നിങ്ങൾക്ക് പിന്നെ വീഡിയോ കഴിഞ്ഞ് റെഫർ ചെയ്യാനാണെങ്കിൽ ഈ കമ്മിറ്റ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ ഓരോ സ്റ്റെപ്പ് വൈസ് ആണ് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത് ഫോർ യുവർ കൺവീനിയൻസ്. ഇപ്പോൾ ആദ്യം ഹോം പേജിനകത്ത് ഡയലോഗ് ബോക്സ് സെറ്റ് ചെയ്യുന്നത്, പിന്നെ കസ്റ്റം വിജിറ്റ് ഉണ്ടാക്കുന്നത്, ഇനി ഞാൻ കസ്റ്റം വിജിറ്റ് ഹോം പേജിൽ എങ്ങനെ കൊണ്ടുവന്നത്, പിന്നെ ആ ലിസ്റ്റ് വ്യൂ ഉപയോഗിച്ചത്, പിന്നെ ആ കോൺസ്റ്റന്റ് മോഡിഫയർ വെച്ചാൽ പെർഫോമൻസിന് വേണ്ടി കോൺസ്റ്റന്റ് മോഡിഫയർ ഒക്കെ ആഡ് ചെയ്യും നമ്മൾ. അത് റെലവെന്റ് അല്ല, നിങ്ങൾക്ക് അറിയണമെന്ന് അത്യാവശ്യമില്ല. യു ക്യാൻ ബട്ട് സ്റ്റിൽ ലുക്ക് അറ്റ് ദിസ്. ഇനി ആഡഡ് ഫോൺസ് ഫോർ ദ ആപ്പ്, വി ആർ ഗോണ സ്കിപ്പ് ദാറ്റ്. ഫോണ്ട് ആഡ് ചെയ്യുന്നതൊക്കെ യു പ്രോബ്ലി വുഡ് നീഡ് ഇറ്റ് റൈറ്റ് നൗ, പക്ഷെ അത് അറിയാനുള്ളവർക്ക് അത് നോക്കുകയും ചെയ്യാം. പിന്നെ ഹോം പേജിനകത്ത് UI ഞാൻ കുറച്ച് മാറ്റി, ഡയലോഗ് ബോക്സ് സ്റ്റൈലൈസ് ചെയ്യുന്നത്, കൗണ്ടർ വിജറ്റ് സ്റ്റൈലൈസ് ചെയ്യുന്നത്, ഫ്ലോട്ടിംഗ് ബട്ടൺ സെൻറ്റർ ആക്കിയത്, ഇങ്ങനെ ഓരോന്നും ഞാൻ ഓരോ സ്റ്റെപ്സ് ആയിട്ട് ഇവിടെ ഇട്ടേക്കുന്നത്. സോ യു ക്യാൻ ലുക്ക് അറ്റ് ദ ഇൻഡിവിജ്വൽ കോഡ് ഓർ ദ repository at that point of time with this. എൻ്റെ പഴയ കമ്മിറ്റ്സ് നോക്കിയാൽ മതി, ഞാൻ സീക്വൻഷ്യലിയാണ് ചെയ്തിട്ടുള്ളത്. ലുക്ക് അറ്റ് ദ GitHub repository if you want to check the code. ഞാൻ ലിങ്ക് അവിടെ ഇട്ടിട്ടുണ്ട്. Now let's start with the customization part. നമുക്ക് മെയിൻ പേജിനകത്ത് തുടരേണ്ട ആവശ്യമുണ്ടോ? ഉണ്ട്, ചില കാര്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ടൈറ്റിൽ സെറ്റ് ചെയ്യാം. വാട്ട് ഇസ് ദ ടൈറ്റിൽ ഫോർ ദിസ്? വി ക്യാൻ കോൾ ഇറ്റ് കൗണ്ടർ ആപ്പ്. ഓക്കെ, അയ്യോ ആപ്പ് ബാറല്ല, ആപ്പ് വേറെ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? വേണ്ട, ഇത്രയും മതി. ഹോം പേജിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാം? ഹോം പേജിൽ ഈ എൻട്ര ടാസ്ക് കിടക്കുന്ന ദൂരെ എവിടെയൊക്കെയാണ്. എനിക്കത് ലെഫ്റ്റിലെ ടോപ്പ് ലെഫ്റ്റിലെ മൂലയ്ക്കകത്താണ് ഇത് കയറിയിരിക്കുന്നത്. കാണിച്ചില്ല. ഇഫ് യു റിഫ്രഷ് ദിസ്, എൻട്ര ന്യൂ ടാസ്ക് ഇവിടെ ആയിരിക്കും. എനിക്ക് അതിനെ സെൻറ്ററിൽ കൊണ്ടുവരണം. സോ നമുക്കറിയാം, വി ക്യാൻ ജസ്റ്റ് റാപ്പ് ദിസ് ഇൻസൈഡ് സെൻറ്റർ. അതാകുമ്പോൾ കറക്റ്റ് ഇവിടെ സെൻറ്ററിൽ വന്ന് നിന്നോളൂ. ഇനി ലിസ്റ്റ് വ്യൂ ബിൽഡറിനകത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. വി ക്യാൻ ഡു ദാറ്റ് ഇൻസൈഡ് ദ കൗണ്ടർ വിജറ്റ്. ഇനി ആക്ഷൻ ബട്ടൺ, ബട്ടണിൽ നമുക്ക് എന്തൊക്കെ ചേഞ്ച് വരുത്തണം? നമുക്ക് ബട്ടണിനകത്ത് ആദ്യം ഫസ്റ്റ് ഒരു ഐക്കൺ വെക്കണം. സോ വിൽ ഹാവ് എ ചൈൽഡ് എന്ത് കൊടുക്കണം? ഇറ്റ് വിൽ ബി icons dot add അല്ലേ? എററില്ലല്ലോ. ഓക്കെ, അപ്പോൾ അവിടെ പ്ലസ് ബട്ടൺ ആയി. എനിക്കിനി സെൻറ്ററിൽ കൊണ്ടുവരണമെന്ന് ഞാൻ പറഞ്ഞല്ലേ. അപ്പോൾ ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ, അനിമേറ്ററില്ല, ലൊക്കേഷൻ. ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ലൊക്കേഷൻ നമുക്ക് എവിടെ വയ്ക്കാം? ഡോട്ട് സെൻറ്റർ ഫ്ലോട്ട്, സെൻറ്റർ ടോപ്പ്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് എവിടെ വയ്ക്കണമെന്ന്. നമുക്ക് താഴെ നടുക്കാണ് വേണ്ടത്. ആൻഡ് ദാറ്റ് വുഡ് ബി സെൻറ്റർ ഡോട്ട്, സെൻറ്റർ ഫ്ലോട്ട്. ഇപ്പോൾ താഴെ സെൻറ്റർ ഫ്ലോട്ട് ചെയ്തിരിക്കുന്ന രീതിക്ക്. അപ്പോൾ ബട്ടൻ്റെ പൊസിഷൻ നമ്മളാക്കി, നമ്മൾ പ്ലസ് ബട്ടൺ ആക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഡയലോഗ് ബോക്സ് അത് പിന്നെ ചേഞ്ച് ചെയ്യാം. നമുക്കിനി കൗണ്ടർ ആപ്പിലോട്ട് പോവാം. കൗണ്ടർ ആപ്പിൽ what do we have to change? ഈ ടെക്സ്റ്റ് ഞാൻ പറഞ്ഞല്ലോ, എല്ലാം മിസ്സലൈൻ ബട്ടൺ എല്ലാം ഇറഗുലർ ആയിട്ട് ഇരിക്കുന്നത്. നമുക്ക് ടെക്സ്റ്റ് മാക്സിമം സ്പേസ് എടുക്കുന്ന രീതിയിലാക്കാം. സോ അതിനെ we can just wrap with a widget called wrap with widget. wrap with widget expanded എന്നൊരു വിഡ്ജറ്റ് ഉണ്ട്. കഴിഞ്ഞ തവണ ഇത് ഉപയോഗിക്കാൻ നോക്കി, ഇപ്പോൾ അത് മര്യാദയ്ക്ക് ഉപയോഗിക്കും. എക്സ്പാൻഡഡ്, അപ്പോൾ അതാകുമ്പോൾ എല്ലാം ഒരു സൈഡിലോട്ട് വരും. എക്സ്പാൻഡഡ്, ദെൻ വാട്ട് ഡു വി വാണ്ട്? ലെറ്റ്സ് സീ നമ്മൾ ഇത്രയും ചേഞ്ച് വരുത്തി എന്തൊക്കെയാണ്.
preview has changed. നമ്മൾ ബട്ടൺ സെൻറ്റർ ആക്കി, ഈ എൻ്റർ ന്യൂ ടാസ്കും സെൻറ്റർ ആക്കി, പ്ലസ് നിൽക്കുമ്പോൾ വി ക്യാൻ സ്പെസിഫൈ ഡ്രിങ്ക് വാട്ടർ ആഡ് ചെയ്യാം. ഒരു ഡ്രിങ്ക് വാട്ടർ ഇങ്ങനെ വരും. മാക്സിമം സ്പേസ് ടെക്സ്റ്റ് ഫീൽഡ് എടുക്കും. അതിനാണ് നമ്മൾ എക്സ്പാൻഡഡ് ഇവിടെ കൊടുത്തത്. എക്സ്പാൻഡ് ടെക്സ്റ്റ് വിജറ്റ് ആസ് മച്ച് യൂസ് യു ക്യാൻ എന്നാണ് എക്സ്പാൻഡഡ് ടെക്സ്റ്റ്. ബട്ടൺ ഈ ഫോണിൽ സ്ഥലപ്പെടുത്തിയിരിക്കും. നൗ ഇനി നമുക്ക് എന്ത് ചേഞ്ച് ചെയ്തെടുക്കണം? ഇതെല്ലാം ഇടുങ്ങിയിരിക്കും അല്ലേ? നെക്സ്റ്റ് ഇത് ഇടുങ്ങിയിരിക്കുക. എനിക്ക് അതിനിടയിൽ ഗ്യാപ്പ് വേണം, കുറച്ച് പാഡിങ് വെക്കണം അപ്പുറത്ത് ഇപ്പുറത്ത്. അപ്പോൾ ഓവറോൾ പാഡിങ് വെക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കണ്ടെയ്നറിന് ഫുള്ളായിട്ട് കൗണ്ടറിൻ്റെ കണ്ടെയ്നറിന് തന്നെ ഒരു പാഡിങ് വെക്കാം. വി റാപ്പ് ദിസ് വിത്ത് എ പാഡിങ്, എഡ്ജ് ഇൻസെറ്റ് ഓൾ നമുക്കൊരു 16 കൊടുക്കാം. അപ്പോൾ ഹൗ ഡസ് ഇറ്റ് ലുക്ക്? Yeah, now it looks better in my head. കൂടി പോയല്ലേ? ഭയങ്കര ഗ്യാപ്പായി പോയി. പിന്നെ ടെക്സ്റ്റും അറ്റത്തായി പോയി. ടെക്സ്റ്റിനും കുറച്ച് പാഡിങ് കൊടുത്താൽ കൊള്ളാം, ഈ ബട്ടണും കുറച്ച് പാഡിങ് കൊടുത്താൽ കൊള്ളാം. എല്ലാം 8 ആക്കാം. സോ വി ക്യാൻ മേക്ക് ദിസ് 8. പിന്നെ ആ ടെക്സ്റ്റ് എക്സ്പാൻഡഡ് കൊടുക്കാം. We'll put this with the padding. നിങ്ങൾക്ക് റോയിനെ ഫുള്ളായിട്ടൊരു പാഡിങ് കൊടുക്കാം. റാപ്പ് വിത്ത് പാഡിങ്, അതിന് 8. Yeah, now it looks neater. Each 80. Okay, this looks more neat. ഇനി what else do you want to change here? കൗണ്ടർ ആപ്പ് നടക്കാക്കണമല്ലേ? അപ്പോൾ ബാക്ക് ടു ഹോം ഡോട്ട് നമുക്കെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. അപ്പോൾ ലെറ്റ്സ് പ്ലേ വിത്ത് കളേഴ്സ് നൗ. അത് ഇതുവരെ നമ്മൾ ചെയ്തില്ലായിരുന്നു. സോ ആപ്പ് ബാർ, ടൈറ്റിൽ സെൻറ്റർ ടൈറ്റിൽ ട്രൂ. ഇപ്പോൾ ടൈറ്റിൽ സെൻറ്ററായി. നമുക്ക് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാം. ബാക്ക്ഗ്രൗണ്ട് കളർ, ലെറ്റ്സ് മേക്ക് ഇറ്റ് കളേഴ്സ് ഡോട്ട് ബ്ലാക്ക്. കളേഴ്സ് ഡോട്ട് ബ്ലാക്ക്. ബ്ലാക്ക് ആയി. ഇത് വൈറ്റ് ആണ്. നോ പ്രോബ്ലം വിത്ത് ദാറ്റ്. നമുക്ക് ടെക്സ്റ്റ് സ്റ്റൈൽ മാറ്റാം. സ്റ്റൈൽ നമുക്ക് ബോൾഡ് ആക്കാം. അപ്പോൾ എന്ത് ചെയ്യും? ടെക്സ്റ്റ് സ്റ്റൈൽ ഫോണ്ട് family, font size, font variation, font weight bold. അപ്പോൾ ഇത് ബോൾഡായി. നടുക്കാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. ബാക്ക്ഗ്രൗണ്ട് കളർ ബ്ലാക്ക് ആണ്, സാധനം ടെക്സ്റ്റ് വൈറ്റ് ആണ്. ഇനി നമുക്ക് ഇതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാം. ദിസ് തിങ് ഫ്ലോട്ടിങ് ആക്ഷൻ ബട്ടൺ. അല്ലെങ്കിൽ ഇത് വൈറ്റ് ആക്കാം. ഇത് വൈറ്റ് ആക്കിയിട്ട് ഫോണ്ട് ബ്ലാക്ക് ആക്കാം. ഫോണ്ട് കളർ ഫോണ്ട് കളർ ഇല്ലേ? Okay, color. Yeah, color will be colors.black. Also the
white background, this thing will be written in black, it will be in bold, it will be in center. പിന്നെ ഇതൊരുമാതിരി ഗ്രേഷ് സാധനമാണ്, ആൻഡ് ഐ ഡോണ്ട് ലൈക്ക് ദാറ്റ്. നമുക്ക് ദ ഹോൾ സ്കാഫോൾഡ് കളർ മാറ്റാം. ബാക്ക്ഗ്രൗണ്ട് കളർ ക്യാൻ ബി കളേഴ്സ് ഡോട്ട് വൈറ്റ്. ഓക്കെ, അപ്പോൾ ഈ സാധനം ഫുള്ള് വൈറ്റ് ആവും. നമുക്ക് ഈ ബട്ടൺ ബ്ലാക്ക് ആക്കാം. ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ, ഫ്ലോട്ടിംഗ് ആക്ഷൻ ബട്ടൺ ഇതല്ലേ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ക്യാൻ ബി കളേഴ്സ് ഡോട്ട് ബ്ലാക്ക്. ഓക്കെ, അപ്പോൾ ഇത് ബ്ലാക്ക് ആയി. ഇനി ഇത്രയും സേവ് ചെയ്ത് നോക്കാം. ഹൗ ഡസ് ഇറ്റ് ലുക്ക്? ഓക്കെ, ഇപ്പോൾ this has considerably changed. പിന്നെ ഈ മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സാധനമാണ് ഈ എലിവേഷൻ. ദിസ് ഷാഡോ ലുക്സ് വിയേർഡ്. നമുക്ക് അതിന്റെ എലിവേഷൻ 0 ആക്കാം, സോ ദാറ്റ് ആ ഷാഡോ വരാതിരിക്കാൻ. ഇപ്പൊ എലിവേഷൻ കൂടുന്നതനുസരിച്ച് അത്രയും വലിയ ഷാഡോ കാസ്റ്റ് ചെയ്യും. എലിവേഷൻ കുറയ്ക്കാം. ആപ്പ് ബാറിനകത്ത് എലിവേഷൻ 0. അപ്പോൾ ഷാഡോയെ കാണൂല, ലുക്സ് ലൈക്ക് ഇറ്റ്സ് ഓൺ ദ സെയിം ലെവൽ. Yeah, but looks like it's like on the same level. Ini this shit looks like this is blue. Like what? ബാക്കി എല്ലാം ബ്ലാക്ക് ആയി. സോ ലെറ്റ്സ് മേക്ക് ദിസ് ഓൾസോ ബ്ലൂ. ദിസ് ബ്ലൂ ഓൾസോ ബ്ലാക്ക്. അവിടെ പോയി അത് കൗണ്ടറിനകത്തായിരുന്നു അല്ലേ? കൗണ്ടറിനകത്തുള്ള ബട്ടൺ ആണ് എലിവേറ്റഡ് ബട്ടൺ. അപ്പോൾ ലെറ്റ്സ് മേക്ക് എലിവേറ്റഡ് ബട്ടണിൻ്റെ എലിവേറ്റഡ് ബാക്ക്ഗ്രൗണ്ട് കളറില്ലല്ലേ? ഓക്കെ, യാ, സ്റ്റൈലേ ഉള്ളൂ. സ്റ്റൈലിനകത്ത് elevated button dot style from ഇതിനകത്ത് background color we'll make it colors dot black. Now let's save it. Now it's like playing around with all these tools. നിങ്ങൾക്ക് എന്തെങ്കിലും അപ്പോൾ നിങ്ങൾക്ക് നോക്കാം എലിവേറ്റഡ് ബട്ടൻ്റെ കളർ എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ ആപ്പ് ബാറിൻ്റെ ഇതെങ്ങനെ മാറ്റാം. സോ വി ക്യാൻ പ്ലേ അറൗണ്ട് വിത്ത് ഓൾ ദീസ് ടൂൾസ്. Let's make it a proper thing. Drink, eat. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്കീൻ കളയുന്ന ഈ ബ്ലൂ വരെയും ഉണ്ട്, ഇതും ഉണ്ട്. This thing looks green or is it green or blue? I think it's green. So അത് നമുക്ക് മാറ്റാം. How do we do that? ഇത് എവിടെയാണ്? ഡയലോഗ് ബോക്സിലെ ആക്ഷൻ ബട്ടൺ ആണ് അല്ലേ? that we defined in home. ഹോമിനകത്ത് ഈ ഫംഗ്ഷനകത്താണ് അലേർട്ട് ബോക്സ്. അലേർട്ട് ബോക്സിനകത്താണ് ഈ ടെക്സ്റ്റ് ബട്ടണിനകത്ത് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ട് കളർ ഉണ്ടോ? ഇല്ല, ബാക്ക്ഗ്രൗണ്ട് കളർ ഇല്ല. അപ്പോൾ വി നീഡ് ടു യൂസ് ദിസ് സ്റ്റൈൽ തിങ്. ടെക്സ്റ്റ് ബട്ടൺ ആണ് സ്റ്റൈൽ ചെയ്യാൻ. സോ ടെക്സ്റ്റ് ബട്ടൺ ഡോട്ട് സ്റ്റൈൽ ഫ്രം, ഈ ആ സ്റ്റൈലിനകത്ത് ബാക്ക്ഗ്രൗണ്ട് കളർ കാണും. background color, what can we do? We can go for black. അതാണല്ലോ നമ്മുടെ കളർ സ്കീം ഇതുവരെ സോ ഫാർ. കളേഴ്സ് ഡോട്ട് ബ്ലാക്ക്. അപ്പോൾ നമുക്ക് ഇതിനെ വൈറ്റ് ആക്കണം, ടെക്സ്റ്റിനെ. ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ മാറ്റണം. ടെക്സ്റ്റ് സ്റ്റൈൽ, ടെക്സ്റ്റ് സ്റ്റൈൽ
Textile colors, the color, which will be colors dot white. Colors, color dot white. So by this, our app is essentially done. Proud. We made a functional app. We made some UI changes. We will do progressively better stuff. Yeah, so it looks neat. It looks neater. Neela മാത്രമുള്ള annoying thing, but like it's 12:28. We will not be doing stuff anymore. And it is a functional app. Drink water and uh, eat pills, read a book. So you can just use it to keep track of how many times you drink water. Did you eat your pills? Did you read a book? Read a book one time. Okay. See, this is a functional app. You made a counter app. It has like we made a custom widget on our own. We did some UI changes. We played around with like dialog boxes and text in എങ്ങനെ ഇതുവരെ കൊണ്ടുപോകുന്നു. So we did some uh, complex functions compared to last time. So yeah, we do this. Good job. And inni what next? So by this our 3-day flutter session is over. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ to get this is part of GDC, right? So to get the certificate and all, you need to make an app on your own. ഇപ്പോൾ പഠിച്ചത് ചിന്ന കുറേ ചെയ്യാം. And if you got any doubts, anything about this, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിസോഴ്സസ് വേണമെങ്കിൽ just ask me. I can provide you that. I'll get you stuff. നിങ്ങൾ ട്യൂട്ടോറിയൽസ് ആണെങ്കിലും I'll get you like really good tutorials that I found while learning on my own. അതൊക്കെ തരാം. But your job is to make one app. Any app, whatever, it should do something. എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ചെയ്യുന്ന രീതിയിൽ. If it shows random cat pictures on the internet, good, it's fine. But it should do something. Don't make it the default app. നമ്മളിപ്പോൾ ഡീഫോൾട്ട് ആപ്പിനെ മോഡിഫൈ ചെയ്തേ ഉള്ളൂ. നമ്മുടെ ആ ഡീഫോൾട്ട് ആപ്പിൽ കുറച്ച് ഫംഗ്ഷനാലിറ്റി ആഡ് ചെയ്ത് ഉണ്ടാക്കിയതാണ് ഈ കൗണ്ടർ. അപ്പോൾ ഇതുപോലെ do something on your own. Think a bit. I'll give you about 1 month to do this. I'll put a poll out to see how long it will take you guys. 1 month കൊണ്ട് you make an app on your own. അത് APK ഒക്കെ ആക്കുന്നതും അല്ലെങ്കിൽ how do you show this അതൊക്കെ ഞാൻ പറഞ്ഞുതരാം. But get started with your project, like plan your project, like do this stuff. ബാക്കി സാധനങ്ങൾ like how to compile into an app അതൊക്കെ നമുക്ക് പിന്നെ കവർ ചെയ്യാൻ പറ്റും. This is the main part. So do that. That is how you get the GDC certificate. That is covered. Only for 1 week, I won't be available to do this thing. But after that 1 week, എനിക്ക് പണ്ട് ഒരു ഫ്ലട്ടർ സെഷൻ ഞാൻ അല്ലാതെ കുറച്ച് ഫ്രണ്ട്സ് ആയിട്ട് ചെയ്യാൻ നോക്കിയതാ. where we do programming together and learn tutorials together. So നമ്മളെല്ലാം വാച്ച് പാർട്ടി പോലെ ട്യൂട്ടോറിയൽ ഇടും. We listen to the like we watch the watch party, we program and clear our doubts on like on there itself. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഗ്രൂപ്പ് ആയിട്ട് പഠിക്കുന്ന ഒരു പരിപാടി. So if you are interested, do that. We will do it. അതാണ് ഞാൻ ഗ്രൂപ്പിൽ നേരത്തെ എപ്പോഴോ മെസ്സേജ് ഇട്ടത്. It will be a collaborative thing where ഞാനിങ്ങനെ പറയും കൗണ്ടർ. ഇപ്പൊ എനിക്ക് കൗണ്ടർ ആപ്പ് ഉണ്ടാക്കണം. നമ്മൾ after we design the UI, we will be like, hey, someone do this counter widget. പിന്നെ കൗണ്ടർ വിഡ്ജറ്റ് കളർ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ലൈക്ക് ലെറ്റ്സ് ലുക്ക് അറ്റ് ഒരു ടൂൾ ലൈക്ക് ഒരു കളർ പിക്കർ ആണെങ്കിൽ ഇപ്പോൾ കളർ പിക്കർ വിഡ്ജറ്റ് ഡിസൈൻ ചെയ്യുന്ന എല്ലാം ഒരാൾക്ക് ഹാൻഡിൽ ചെയ്യാം. സോ വി വിൽ അലോക്കേറ്റ് ടാസ്ks. We will be doing it in a collaborative style. That is the next part of Flutter journey crap. But yeah, that's my plan. So yeah, that's it. That is the conclusion of this thing. Wrap up. It's 12:30. എങ്ങനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. Doubts ഉണ്ടെങ്കിൽ പറ. Eat pills. Yeah, pills as in vitamin pills, bro. Like multivitamins. What do you mean? But yeah.